യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ, ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ഫോർ സാൻസ്ക്രിറ്റ് കാലടിയും കട്ടപ്പന ഗവൺമെന്റ് കോളേജും സംയുക്തമായി നമ്മുടെ കുട്ടികൾക്കായി ഒരു ഓൺലൈൻ കരിയർ വെബിനാർ നടത്തുകയാണ്. അപ്പൊ അതിന്റെ ഔദ്യോഗിക കാര്യപരിപാടിയിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ആദ്യമായി നമുക്ക് ഒരു പ്രയർ ഉണ്ട്. ആൽഫിയ PS പ്രയറിന് വേണ്ടി ക്ഷണിക്കുന്നു. There shall be showers of blessings. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. Okay, thank you, Alfia. വെൽക്കം സ്പീച്ചിനായി ജോയിസ് ജോസ് സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. സാർ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം സാർ. സ്നേഹബഹുമാനായ യോഗാധ്യക്ഷൻ, നമ്മുടെ കോളേജിലെ സീനിയർ ഫാക്കൽറ്റിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ OC അലോഷ്യസ് സാർ, ബഹുമാനായ പ്രിൻസിപ്പൽ ഡോക്ടർ V കണ്ണൻ സാർ, നമ്മുടെ ഈ വെബിനാർ നയിക്കുന്ന ശ്രീ MV പോളച്ചൻ സാർ, മറ്റു സഹപ്രവർത്തകരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, അധ്യാപകരുടെ മക്കൾ പലരും അധ്യാപകരാകുന്നു, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കള് വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥരാകുന്നു, അതുപോലെ കമ്പനി ജീവനക്കാരുടെ മക്കള് പലരും കമ്പനി ജീവനക്കാരാകുന്നു. നമ്മൾ പലരും ചിന്തിക്കാറുള്ളത് അത്തരം ജോലികള് കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്നതാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഇത്തരക്കാരായ ആളുകൾക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് സർക്കാർ മേഖലയിൽ എത്തേണ്ടത് എങ്ങനെയെന്നുള്ള ഗൈഡൻസ് കിട്ടുന്നു എന്നതാണ് സത്യം. അവർ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പ്രയത്നിച്ച് ഇത്തരം ജോലികളിലേക്ക് കയറി വരികയും ചെയ്യുന്നു. ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിനികളോടാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഇത്തരത്തിൽ ഗൈഡൻസ് നൽകുവാൻ ആളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഇടയാകരുത്. സർക്കാർ സിവിൽ സർവീസ് മേഖലയിലെ ജോലികളെ കുറിച്ചുള്ള അറിവ് നേടിയെടുക്കണം. അവയിൽ എത്തുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയും വേണം. ഇന്ന് നമുക്ക് അത്തരത്തിലൊരു വെബിനാറാണുള്ളത്. വെബിനാർ നയിക്കുന്ന ശ്രീ MV പോളച്ചൻ സാർ, അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയിൽ ഡെപ്യൂട്ടി ചീഫായിരുന്നു. അദ്ദേഹം MCom MBA ബിരുദാനന്തര ബിരുദധാരിയാണ്. കൂടാതെ കഴിഞ്ഞ 20 വർഷമായി കരിയർ ഗൈഡൻസ്, നെറ്റ് കോച്ചിങ്, ബാങ്ക്, PSC കോച്ചിങ് മേഖലയിൽ സേവനം ചെയ്തു വരുന്ന ആളാണ്. അതുകൊണ്ട് ഇന്ന് ലഭിച്ചിരിക്കുന്ന ഈ ഒരു അവസരം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാ വിദ്യാർത്ഥിനികളോടും അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷനായി നമ്മുടെ കോളേജിലെ സീനിയർ ഫാക്കൽറ്റിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ OC അലോഷ്യസ് സാറിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനായ പ്രിൻസിപ്പൽ ഡോക്ടർ V കണ്ണൻ സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെബിനാർ നയിക്കുന്ന ശ്രീ MV പോളച്ചൻ സാറിനെ നമ്മുടെ കോളേജിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കാലടി സംസ്കൃത സർവകലാശാല എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചീഫ് ശ്രീ റെക്സ് തോമസ് സാറ്, നമ്മുടെ കോളേജിലെ കരിയർ ഗൈഡൻസ് സെല്ലിന്റെ കോർഡിനേറ്റർ ശ്രീ വിൻ സാറ്, മറ്റു സഹപ്രവർത്തകരെയും എല്ലാ വിദ്യാർത്ഥിനികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ജോയ് സാർ. അടുത്തായി നമുക്ക് പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. അതിനായിട്ട് നമ്മുടെ ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ OC അലോഷ്യസ് സാറിനെ നേരത്തെ ക്ഷണിക്കുന്നു. സാറെ കേൾക്കുന്നില്ല. അലോഷ്യസ് സാറെ കേൾക്കാൻ പറ്റുന്നില്ല. വാം വെൽക്കം ടു ഓൾ. നമ്മുടെ കോളേജിലെ ബഹുമാനായ പ്രിൻസിപ്പള് ഡോക്ടർ V കണ്ണൻ സാറ്, ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ MV പോളച്ചൻ സാറ്, കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ആൻഡ് ഗൈഡൻസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഡെപ്യൂട്ടി ചീഫ് ബഹുമാനായ റെക്സ് തോമസ് സാറ്,
കോളേജ് കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലേസ്മെന്റ് സെല്ലിലെ കോർഡിനേറ്റർ വിൻസ് തോമസ് സാറ്, സ്വാഗതം ആശംസിച്ച ജോയി സാറ്, മറ്റ് പ്രിയങ്കരായ അധ്യാപകരെ, ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയുള്ള ഒരു കാര്യം എവിടെ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു നല്ല ജോലി, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു നല്ല മേഖലകളിൽ എത്തിച്ചേരുക എന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആകാംക്ഷയോടെ അവർ കാണുന്നതാണ്. മാതാപിതാക്കളും അതുപോലെ തന്നെ ആണ്. ഈ ഒരു സാഹചര്യത്തിൽ നല്ലൊരു വഴി എങ്ങനെ പോകണം, ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം, ഏത് കരിയറുകളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനകരമായിരിക്കും. ആ ഒരു ഉത്തരവാദിത്വം മനസ്സിൽ കണ്ടുകൊണ്ടാണ് കട്ടപ്പന ഗവൺമെന്റ് കോളേജിലെ പ്ലേസ്മെന്റ് സെല്ലും കാലഡീസ് സംസ്കൃത സർവകലാശാലയിലെ എംപ്ലോയ്മെന്റ് ആൻഡ് ഗൈഡൻസ് ബ്യൂറോയും ഒന്നുചേർന്നുകൊണ്ട് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുക. സയൻസിലെയും കൊമേഴ്സിലെയും ആർട്സിലെയും കുട്ടികൾക്കായിട്ട് നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിൽ വിവിധ കരിയർ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും എങ്ങനെ കരിയറിലേക്ക് എത്തിച്ചേരണമെന്നതിനെ കുറിച്ചും ഒക്കെ നല്ല രീതിയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള MB പോളജസ് സാറിന്റെ ആണ് ക്ലാസ് നമുക്ക് ലഭിക്കുക. അപ്പോൾ 20 വർഷം എംപ്ലോയ്മെന്റ് ഡെപ്യൂട്ടി ചീഫ് ആയിട്ട് പ്രവർത്തിച്ച ബഹുമാനായ പോളജസ് സാറ് നല്ലൊരു നിർദ്ദേശം നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു 2 പേരുടെ പേരുകൾ മാത്രം ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒന്നാമതായിട്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിയാണ് തോമസ് ആൽവ എഡിസൺ. നമുക്കറിയാം 1093 US പാറ്റന്റുകൾ ലഭ്യമാക്കിയിട്ടുള്ള തോമസ് ആൽവ എഡിസൺ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതിതാണ്, അവർ ഗ്രേറ്റസ്റ്റ് വീക്ക്നെസ് ലൈസ് ഇൻ ഗിവിംഗ് അപ്പ്. The most certain way to succeed is always to try just one more time. ഉള്ള കുട്ടികളെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് അവസ്ഥ. ആകെ 3 മാസം മാത്രം സ്കൂൾ എഡ്യൂക്കേഷൻ ലഭ്യമായിട്ടുള്ള തോമസ് ആൽവ എഡിസൺ 1093 കണ്ടുപിടുത്തങ്ങൾ, പേറ്റന്റുകൾ ലഭ്യമാക്കിയെങ്കിൽ അദ്ദേഹം പറഞ്ഞതാണ്, നമ്മളെല്ലാവരും ഒരു മേഖലയിൽ വിജയിച്ചില്ല എങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് പോവുകയാണ്. ഒന്നുകൂടി ട്രൈ ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. അത് തന്നെയാണ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുക. പരാജയം എന്ന് പറയുന്ന വിജയത്തിന്റെ തുടക്കമാണ്. അത് നമ്മൾ ഭംഗിയായിട്ട് നേരിട്ട് കഴിയുമ്പോൾ വലിയ വിജയത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുക KFC ചിക്കന്റെ സ്ഥാപകനായ നമുക്കറിയാം KFC എന്താ പറയുക കേണൽ ഹാരോൾഡ് സാൻഡേഴ്സിനെ കുറിച്ചാണ്. നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വലിയ റെസ്റ്റോറന്റ് ഔട്ട്ലെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് സാൻഡേഴ്സ് എന്ന് പറയാം. KFC ചിക്കൻ, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എല്ലാവർക്കും വളരെ ഫേമസ് ആണ്. അദ്ദേഹം 3ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഫാദർ 5ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചു പോവുകയും 7ാമത്തെ വയസ്സ് തൊട്ട് അമ്മ അദ്ദേഹത്തെ കുക്കിംഗ് പഠിപ്പിക്കുകയും അതൊരു റെസിപ്പി വഴി വളരെയേറെ പരാജയങ്ങൾ നേരിട്ടാണ് അദ്ദേഹം ഏറ്റവും വലിയ ലോകത്തിന് നെറുകയിലെത്തിയത്. ഇതെല്ലാം നമുക്ക് 2 കാര്യങ്ങൾ നമുക്ക് പ്രയോജനമാണ്. പരാജയം എന്ന് പറയുന്നത് വിജയത്തിന്റെ ഒരു ചുണ്ടുപലകയാണ് എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി നല്ല വിജയം വരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ഉതകും വിധമുള്ള ക്ലാസ്സുകൾ ആയിരിക്കും കോളേജ് സാറിന് നമുക്ക് ലഭ്യമാകുക. വളരെ താല്പര്യത്തോടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിജയത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു അലേഷ് സാർ. അടുത്ത നമുക്ക് ഇനാഗുറേഷൻ ആണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ കണ്ണൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനെ എല്ലാവർക്കും നമസ്കാരം. കട്ടപ്പന ഗവൺമെന്റ് കോളേജിന്റെ കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന കരിയർ ഗൈഡൻസിന്റെ ഉദ്ഘാടനത്തിനാണ് നമ്മളിവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോലി എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് പരിശ്രമിക്കേണ്ടത് എന്നുള്ളത് വിദ്യാഭ്യാസത്തിനോട് തന്നെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതിന് വഴികാട്ടാനായിട്ട് ഇതുപോലെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ വർഷവും അതേപോലെ വിൻസാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. വെൽക്കം പറഞ്ഞ ജോയ് സാർ പറഞ്ഞ പോലെ ജോയ് സാർ
ജോയ്സ് സാറും അതേപോലെ അലോഷ്യസ് സാറും പറഞ്ഞ പോലെ നമുക്ക് എന്ത് മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് കൃത്യമായി ഒരു ഗൈഡൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ എത്തേണ്ടടുത്ത് എത്തും എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ നിർണായകമായ ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇന്ത്യൻ നേവിയുടെ പരസ്യം TV-യിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുട്ടികൾ. ഇന്ത്യൻ നേവിയുടെ പരസ്യം ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് അതിന് പറയുന്നത്. വലിയൊരു ഓഷൻ ഓപ്പർച്യൂണിറ്റിയുടെ ഓഷനിലാണ് പറയുന്നത് ഇന്ത്യൻ നേവിനെ. അങ്ങനെ ഒരു വലിയ ഒരു ഓഷനിലേക്ക് നമ്മൾ എങ്ങനെയാണ് നീന്തി ചെന്ന് നിധി കണ്ടെത്തുക എന്നുള്ളതിന് ഒരു ഗൈഡൻസ് വേണം. ആ ഗൈഡൻസ് തരാൻ ഇന്ന് പ്രാപ്തരായ ഒരു കരിയർ എക്സ്പെർട്ടാണ് നമ്മുടെ ഈ യോഗത്തിൽ ചേർന്നിരിക്കുന്നത്. അതിൽ MV പോളച്ചൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി കോളേജിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കടലിൽ നമ്മൾ അറിയുന്ന പോലെ ഒരുപാട് നിധിയുണ്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ജോലികൾ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് കൃത്യമായ രീതിയിൽ നമ്മളെ നയിക്കാനാണ് പോളച്ചൻ സാറിന് സാധിക്കട്ടെ. അതേപോലെ തന്നെ ഇതിന് എല്ലാ സഹായം, ഈ പരിപാടിക്ക് എല്ലാ സഹായം നേടിയ റെക്സ് തോമസ് സാറിന്, ഡെപ്യൂട്ടി ചീഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ബ്യൂറോ സ്കാലറി സർവകലാശാല സാറിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാ പരിപാടിക്കും ഈ കോളേജിന്റെ വളർച്ചയ്ക്ക് കുറേ വർഷങ്ങളായി കൂടെ നിൽക്കുന്ന അലോഷ്യസ് സാറിനെ സ്നേഹത്തോടെ ഓർക്കുന്നു. അതേപോലെ തന്നെ അലോഷ്യസ് സാറിന്റെ വാക്കുകൾ ഓരോ കുട്ടികൾക്കും എല്ലായ്പ്പോഴും ഉപകാരപ്പെടുന്നതാണ്. അലോഷ്യസ് സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സയൻസ് കുട്ടികൾക്കാണ് ആദ്യം നമ്മൾ ഇത് നടത്തുന്നത്, കരിയർ ഗൈഡൻസ് നടത്തുന്നത്. കരിയർ ഗൈഡൻസിൽ മേഖലയിൽ സാറ് മാത്തമാറ്റിക്സിലും PSC കോച്ചിങ്, ബാങ്ക് കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് പോളച്ചൻ സാറ് എല്ലാ മേഖലയിലും പ്രാവീണ്യം നേടിയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ സയൻസ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇൻഫർമേറ്റീവ് സെഷൻ ആയിരിക്കും. എല്ലാവർക്കും ഈ കരിയർ ഗൈഡൻസിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു കണ്ണൻ സാർ. അടുത്ത നമ്മുടെ സെഷനിലേക്ക് കടക്കുകയാണ്. അതിനായി നമ്മുടെ കരിയർ എക്സ്പേർട്ട് ആയിട്ടുള്ള പോളൻ സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സെഷൻ സയൻസ് ആർക്കാണ് അല്ലേ? BSc സയൻസ്. അതെ. ഓക്കെ. നമ്മുടെ കോളേജിൽ സയൻസ് ഏതൊക്കെയുണ്ട്? നമുക്ക് കെമിസ്ട്രി ഉണ്ട്, അതുപോലെ മാത്സ് ഉണ്ട്, പിന്നെ ഫിസിക്സ് ഈ വർഷം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ, കെമിസ്ട്രിയും അതുപോലെ തന്നെ മാത്തമാറ്റിക്സും. ഓക്കെ. കെമിസ്ട്രി മാത്സും ആണ് നമുക്ക് ഉള്ളത്. അതെ. അപ്പോ മാത്തമാറ്റിക്സിന് സബ്സിഡിയറി ഏതൊക്കെയാ അറിയോ? ഞാൻ കുട്ടികളോട് ചോദിച്ചോളാം. ശരി. അപ്പോ നമുക്ക് ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കരിയർ എന്ന് പറയുമ്പോ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത കണ്ണൻ സാറും അതുപോലെ അലോഷി സാറും ജോയ് സാറും അലൻ സാറും എല്ലാവരും ഒരു കാര്യം നമ്മളോട് ഇവിടെ ഊന്നി പറയുണ്ടായി, ജോലി കിട്ടുക എന്നുള്ള കാര്യം. അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ്, എഡ്യൂക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ജോലി ആവശ്യമാണ്. അപ്പോ എഡ്യൂക്കേഷൻ വിത്തൗട്ട് കരിയർ ഈസ് നത്തിങ് ബട്ട് എ ബിഗ് സീറോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഈ സാഹചര്യത്തിൽ. അപ്പോ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ജോലി ഇല്ലാതെ പോയാൽ ആ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോ നമുക്ക് ജോലി കിട്ടണം, അതിനുള്ള വഴികളെ പറ്റിയും പിന്നെ എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം. നമ്മുടെ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന മാത്തമാറ്റിക്സ് BSc മാത്സ്
അതുപോലെ തന്നെ BSc കെമിസ്ട്രി 2 ഡിപ്പാർട്ട്മെന്റുമാണ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളത്. ഈ ലോകത്ത് നമുക്ക് എന്തൊക്കെ ജോലി ലഭ്യമാണോ അതിനകത്ത് ടീച്ചിങ് റിസർച്ച് ഒഴികെ എല്ലാ ജോലികൾക്കും ഒരു ഗ്രാജുവേഷൻ മതി. പക്ഷെ നമുക്ക് ആ ജോലിയിൽ അപ്പൊ ഇഷ്ടംപോലെ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമുക്ക് എത്തിപ്പെടാൻ എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറവായിട്ടാണ് നമുക്ക് കാണുന്നത്. അതിന് എന്താണ് അതിന്റെ കാരണങ്ങൾ, എന്ത് പരിഹാരം നമുക്ക് സാധ്യമാവും ഈ കരിയറിൽ എത്തിപ്പെടാനായിട്ട്? നമുക്ക് കരിയർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പൊ കരിയർ, എഡ്യൂക്കേഷൻ വിത്തൗട്ട് കരിയർ ഒരു സീറോ ആയിരിക്കും ജീവിതം. ഞാനത് കൂടുതൽ പറഞ്ഞ സമയം കളയേണ്ട കാര്യമില്ല. അടുത്തതായിട്ട് എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ ഈസ് നത്തിങ് ബട്ട് പ്ലാനിങ്. പ്ലാനിങ് ഇല്ലാത്തവർക്ക് ജോലി കിട്ടൂല. നമ്മുടെ കുട്ടികളൊക്കെ നേടുന്ന ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പ്ലാനിങ് ഇല്ലായ്മയാണ്. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന കുട്ടികളാണ് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിലൊക്കെ. തന്നെയല്ല ഈ സ്വന്തം കാലിൽ നിൽക്കുന്നതിനെ പറ്റി നമ്മൾ അത്ര അവെയർ അല്ല നമ്മുടെ കുട്ടികളൊക്കെ. പ്രത്യേകിച്ച് ഈ പാരന്റ്സിന്റെ പ്രൊട്ടക്ഷനും ഒക്കെ കൂടുതലുള്ളൊരു നാടാണ് നമ്മുടെ കേരളം. അപ്പോ എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്, നമുക്ക് ജോലി കിട്ടണമെങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ അത് പ്ലാൻ ചെയ്യണം. അപ്പോ ആ ജോലി കിട്ടണമെങ്കിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? റെമ്യൂണറേഷൻ. എല്ലാവരും ആദ്യം ജോലി കിട്ടണം. ജോലി കിട്ടണതിനെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്ക് എത്ര സാലറി കിട്ടും എന്നാണ് നമ്മൾ നോക്കുക. പക്ഷെ റിമെമ്പർ ദാറ്റ് ഈ സാലറി മാത്രമല്ല ഈ കരിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജോലി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുക. അത് ദാറ്റ് ബ്രിങ്സ് സ്റ്റാറ്റസ്. നമുക്ക് സമൂഹത്തിൽ നല്ല സ്ഥാനം തരുന്നതായിരിക്കണം. ജോലിയിൽ നമുക്ക് സംതൃപ്തിയുള്ള ജോലി ചെയ്യാൻ പറ്റണം. നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി നമുക്ക് അധികം കാലം ചെയ്യാൻ പറ്റില്ല. ദെൻ ഒരു സെൽഫ് റിയലൈസേഷൻ, ഒരു ആത്മസംതൃപ്തി. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നും ഇങ്ങനെ 3-4 കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ലഭ്യമാകുന്ന, പടിപടിയായി ഉയരാൻ കഴിയുന്ന, ജീവിതത്തിൽ മുഴുവനും നമുക്ക് മുഴുവൻ കാലം കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ജീവിതക്രമം ഉണ്ടാക്കലാണ് ഈ കരിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുക, കുറച്ച് കാശുണ്ടാക്കുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമല്ല. ഇനി ഈ ജോലി കിട്ടാൻ നമ്മുടെ കണ്ണൻ സാറ് പറഞ്ഞു, അതുപോലെ അലോഷ്യസ് സാറൊക്കെ പറഞ്ഞു, ഈ ജോലി നേടുന്നവരെ നല്ല ജോലി കിട്ടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ, ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടറാകുന്നു, സർക്കാർ ജീവനക്കാരുടെ മക്കൾ സർക്കാർ ജീവനക്കാരാകുന്നു. അപ്പോ അവര് പഠിച്ചു വളരുമ്പോൾ തന്നെ അവർ ഈ കാര്യങ്ങളെ പറ്റി കുറച്ച് മനസ്സിലാക്കി അതനുസരിച്ച് മൂവ് ചെയ്യും. അതൊരു കാരണമാണ് അത്. അപ്പോ നമുക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കരിയറിന് ഒരു പ്ലാൻ വേണം, ഒരു പ്ലാനിങ് വേണം. വളരെ വർഷത്തെ, ചുരുക്കി പറഞ്ഞാൽ ഒരു 3-4 വർഷത്തെ ഒരു നല്ല തയ്യാറെടുപ്പുണ്ടെങ്കിൽ മാത്രമേ ഒരു ജോലി കിട്ടുള്ളൂ. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം. +2 കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് വരുമ്പോൾ തന്നെ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിയുമ്പോൾ ജോലി കിട്ടും. അപ്പോ നമുക്ക് അതിന് പറ്റിയൊരു പേഴ്സണാലിറ്റി ഉണ്ടാവും. അല്ലാതെ വെറുതെ നമുക്ക് അങ്ങനെ ജോലി എങ്ങും എടുത്തു വെച്ചിട്ടില്ല. നമുക്ക് ഈ ജോലി കിട്ടാൻ ഉതകുന്ന വിധത്തിലുള്ള പേഴ്സണാലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, നമ്മൾ വളർത്തിക്കൊണ്ടുവരണം. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ എത്ര വയസ്സായോ അത്രയും വർഷം കൊണ്ട് ഞാൻ രൂപപ്പെടുത്തി ഷെയ്പ്പ് ചെയ്തു വന്നൊരു സാധനമാണ്. നിങ്ങൾക്കിപ്പോ 20 വയസ്സായാലും 22 വയസ്സായെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ദ സം ടോട്ടൽ ഓഫ് യുവർ ആക്ടിവിറ്റീസ് ദ ലാസ്റ്റ് 20-22 ഇയേഴ്സ്. കഴിഞ്ഞ 20-22 വർഷം നിങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെയും നിങ്ങളുടെ ശീലങ്ങളുടെയും ഒക്കെ ഒരു ആകത്തുകയാണ്. അപ്പോ
അത് ഒറ്റയടിക്ക് കയറി മാറ്റാമെന്ന് ആരും വിചാരിക്കരുത്. ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ. അത് സംഭവിക്കൂല. അപ്പൊ നമുക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ടാവണമെങ്കിൽ നല്ല ശീലങ്ങൾ വേണം. നല്ല ശീലങ്ങൾ ഉണ്ടാക്കി അത് പതിവായി ചെയ്യുന്ന ശീലങ്ങളാവുമ്പോ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായത് തനിയെ മാറും. ആ നല്ല ശീലങ്ങളിൽ നിന്ന് നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റില്ല. അത് നമ്മുടെ ക്യാരക്ടറായി മാറും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് അത് നമ്മുടെ ക്യാരക്ടറും പേഴ്സണാലിറ്റിയും ഒക്കെ ആയി ഷേപ്പ് ചെയ്യാം. അവിടേക്ക് ഒരുപാട് നേരമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജോലി കിട്ടണോ നിങ്ങൾക്ക്? പഠിച്ചത് കൊണ്ട് മാത്രം എങ്ങും ജോലി കിട്ടൂല. അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഇത് ജോലിക്ക് അതിൻ്റെതായ കടമ്പകൾ വേറെ ഇഷ്ടം പോലെയുണ്ട്. അവിടേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയൊരു പേഴ്സണാലിറ്റി ഉണ്ടാവണം, അതിന് പറ്റിയ ശീലങ്ങൾ ഉണ്ടാവണം. ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ശീലം എന്ന് പറഞ്ഞാൽ 1-2 കാര്യം ഞാനിപ്പോ ഇവിടെ പറയാം. ബാക്കി നമുക്ക് ജോലി കിട്ടാൻ വേണ്ട പ്രധാനപ്പെട്ട നല്ല ശീലങ്ങൾ. ഒന്ന്, ഹലോ സാറേ, സാറേ, ഹലോ സാറേ, ഹലോ കേൾക്കുന്നു സാറേ കേൾക്കാം. ഞാൻ ഒരു കാര്യം പറയണ്ട സാറേ. സാറേ, സാറിന്റെ സ്ക്രീൻ ഒന്ന് ഫുൾ സ്ക്രീൻ ആക്കാവോ സാറേ? പ്രസന്റേഷൻ സ്ക്രീന് ഫുൾ സ്ക്രീൻ ആക്കാവോ? ഞാൻ ഫുൾ സ്ക്രീനാണ് ഇട്ടിരിക്കണേ. അതെ അല്ലേ? ഓക്കെ ഓക്കെ, ശരി. ഞാൻ ഫുൾ സ്ക്രീനിലാണ് പ്രസന്റേഷൻ നടക്കണേ. കാണാൻ പറ്റുന്നില്ല? കാണാൻ പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. അതെ, അത് ആ പ്രസന്റേഷൻ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി കുട്ടികൾ. ആ ഓരോരോ ഡിവൈസില് കുട്ടികളൊന്ന് പിൻ ചെയ്താൽ പിന്നെ അത് മൂവ് ചെയ്ത് പോകില്ല. അത് ഫുൾ ആയിട്ട് അവർക്ക് കാണാൻ പറ്റും. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. സാറിന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ഡിവൈസിൽ എന്റെ പ്രസന്റേഷൻ അവർ പിൻ ചെയ്ത് വെക്കട്ടെ. പിൻ ചെയ്ത് അപ്പൊ പിന്നെ ഫുൾ ആയിട്ട് കിട്ടും. ഞാൻ ഫുൾ ആയിട്ടാണ് ഇട്ടേക്കണേ. ഫുൾ ആയിട്ട്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കണേ. നമുക്ക് അറിയില്ല. പറഞ്ഞോളാം സാർ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ആ പേഴ്സണാലിറ്റി ഷേപ്പ് ചെയ്യാൻ പറ്റണം. ഞാൻ ആകെ ജോലി കിട്ടാൻ വേണ്ട 2-3 കാര്യം പറയാം. ഒന്ന്, നിങ്ങൾക്ക് വൈഡ് റേഞ്ച് ഓഫ് റീഡിങ് വേണം. സബ്ജക്ട് നോളജ് ഒന്നും ജോലിക്ക് ഒരു പ്രസക്തമായ കാര്യമല്ല ഇത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. റീഡിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത്, ഭാഷ അതിലേറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ജോലി കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ആഴമേറിയ ഒരു നോളജ് ഇല്ലെങ്കിൽ ജോലി കിട്ടൂല. നമുക്ക് കഴിഞ്ഞ 10-25 വർഷമായിട്ട് കേരളത്തിൽ ഭയങ്കര വിദ്യാഭ്യാസപരമായി ഭയങ്കര മാറ്റങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഓരോ വർഷവും താഴെ പോവുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കണേന്ന് പറയാൻ ഒറ്റ വാക്കി ഞാൻ പറയാം. നിങ്ങൾ ഇന്ത്യയിൽ എഴുതുന്ന എല്ലാ പരീക്ഷകളും, അത് എൻട്രൻസ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, ഇപ്പോ നേരത്തെ സാറ് പറഞ്ഞ പോലെ നേവിയുടെ ആവട്ടെ, എയർഫോഴ്സ് ആവട്ടെ, സെൻട്രൽ സർവീസ് ആവട്ടെ, സിവിൽ സർവീസ് ആവട്ടെ, ഏത് ഓൾ ഇന്ത്യ പരീക്ഷ എഴുതാനും നിങ്ങൾക്ക് ഇടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ഭാഷ ഉണ്ടാവുള്ളൂ. ഒന്ന് ഹിന്ദിയും ഒന്ന് ഇംഗ്ലീഷും ആയിരിക്കും. ഹിന്ദി നമുക്ക് ഒരു വിധത്തിലും പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ നിങ്ങൾക്കറിയാം, നമ്മുടെ ഒപ്പം മത്സര പരീക്ഷ എഴുതുന്ന ഇന്ത്യയിലെ മഹാബഹുഭൂരിപക്ഷം കുട്ടികളും ഹിന്ദി അറിയുന്നവരാണ്. നിങ്ങൾ ഇപ്പോ ഇടുക്കി ജില്ലയില് കട്ടപ്പനയൊക്കെ ആവുമ്പോൾ നിങ്ങൾ അത്ര അറിയണം എന്നില്ല. പക്ഷെ നിങ്ങളുടെ സാർമാർക്ക് ഒരു കാര്യം അറിയാം. കേരളത്തിലെ പ്രധാനപ്പെട്ട സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകളിൽ മുഴുവനും, കേരളത്തിലെ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസുകൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾക്ക് ഇൻഡയറക്ട്ലി റിസർവ്ഡ് പോസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സെന്റർ വെച്ച്, പരീക്ഷാ സെന്റർ വെച്ച് എഴുതുന്നവർക്കാണ് സെൻട്രൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഓഡിറ്റർ, അക്കൗണ്ടന്റ്, ക്ലർക്ക്, അങ്ങനെ മുതലായിട്ടുള്ള മൾട്ടി ടാസ്കിങ് മുതലായിട്ടുള്ള ഈ സിവിൽ സർവീസ് അല്ലാത്ത ജോലികൾ, കേരളത്തിലെ വേക്കൻസികൾ കേരളത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ടതാണ്. അപ്പോ ഒരു ഓൾ ഇന്ത്യ സ്റ്റാഫ് സെലക്ഷന്റെ UPSCയുടെ ഒക്കെ പരീക്ഷകൾക്ക് ഒരു കേരളത്തിൽ സെന്റർ വെച്ച് എഴുതുന്നവർക്ക് 2 തരത്തിൽ അവർ പരിഗണിക്കപ്പെടും. ഒന്ന് കേരളത്തിലെ വേക്കൻസികൾക്ക്, 2 ഓൾ ഇന്ത്യ കോട്ട, ഓൾ ഇന്ത്യ വേക്കൻസികൾ. ഈ 2 തരത്തിലും പരിഗണിക്കുമ്പോൾ ഇപ്പൊ എന്താ പറ്റിയെന്ന് ഞാൻ പറയാം.
നമുക്കറിയാം ഇപ്പൊ കട്ടപ്പന വരെ വന്നാലും അവിടുത്തെ ലേബേഴ്സിൽ മെജോറിറ്റിയും നോർത്ത് ഇന്ത്യൻ മൈഗ്രന്റ് ലേബേഴ്സ് ആയിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, അവരിവിടെ വന്ന് കൂലിപ്പണി എടുക്കുമ്പോ അവര് കൂലിപ്പണി എടുക്കൽ മാത്രമല്ല, അവരുടെ ഒപ്പം അവരുടെ നാട്ടിൽ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞവര് ബുദ്ധിപൂർവം നമ്മുടെ നാട്ടിൽ വന്ന് എക്സാം സെന്റർ വെച്ച് ഇവിടെ പരീക്ഷ എഴുതും. അപ്പോ അവർക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞുകൂടാ. ബുദ്ധിപരമായി നമ്മുടെ മലയാളികളെക്കാളും ഒക്കെ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളാണ്. പക്ഷെ അവർക്ക് ഹിന്ദിയിൽ പരീക്ഷ എഴുതാമെന്നുള്ളത് കൊണ്ട് അവരെല്ലാവരും വളരെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുകയും മലയാളികളൊക്കെ പിന്തള്ളപ്പെടുകയും ചെയ്യാണ്. അങ്ങനെ ഇപ്പോ സെൻട്രൽ സർവീസിലെ കേരളത്തിലെ ഓഫീസുകളിൽ പോലും സാർവത്രികമായി നോർത്ത് ഇന്ത്യക്കാരായി. തിരുവനന്തപുരത്ത് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസ് മുതൽ ഇൻകം ടാക്സ്, കസ്റ്റംസ്, GST, സെൻട്രൽ GSTയുടെ ഓഫീസുകളൊക്കെ അവിടെ വലിയ കസ്റ്റംസ് ഓഫീസേഴ്സ്, പ്രിവെന്റീവ് ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം പോസ്റ്റുകളാണ് ഗ്രാജുവേറ്റ്സിന്റെ. അതെല്ലാം അന്യ സംസ്ഥാനത്ത് നിന്നുള്ള കുട്ടികളാണ് നേടിയെടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടാതെ പോണത്? നമുക്ക് ഭാഷാ പ്രാവീണ്യം തീർത്തും ഇല്ലാത്തത് കൊണ്ട്. അപ്പോ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. എനിക്ക് നിങ്ങൾക്ക് സാധ്യതയുള്ള ഒരുപാട് മേഖലകൾ പറയാം. പക്ഷെ അവിടെയൊക്കെ നിങ്ങൾക്ക് കയറി പറ്റണമെന്നുണ്ടെങ്കിൽ, ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ, കേരളത്തിലെ PSC പരീക്ഷ എഴുതി LD ക്ലർക്കും PUനും പരീക്ഷ മാത്രം എഴുതി ജോലി കിട്ടൂല. നിങ്ങൾക്ക് കേരളത്തിലെ PSC റിക്രൂട്ട്മെന്റിന്റെ കണക്ക് പരിശോധിച്ചാൽ എല്ലാ വർഷവും നിരന്തരമായി വേക്കൻസികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ട് വരിക. ഒരു വർഷം ഒരു 15,000-ൽ കൂടുതൽ വേക്കൻസികൾ ഇപ്പൊ PSC ഫില്ല് ചെയ്യുന്നില്ല. അഡ്വൈസ് മെമ്മോ കൊടുക്കും. സർക്കാരിന്റെ കണക്കിൽ അഡ്വൈസ് മെമ്മോ 30,000 പേർക്ക് കൊടുത്തു, 25,000 പേർക്ക് കൊടുത്തു എന്ന് പറയും. അഡ്വൈസ് മെമ്മോ ഒരു വേക്കൻസിക്ക് ചിലപ്പോൾ 2-3 പേർക്ക് അഡ്വൈസ് മെമ്മോ അയക്കുന്നുണ്ടാവും. അങ്ങനെയാണ് ആ കണക്ക്. പക്ഷെ സത്യത്തിൽ ആ റിക്രൂട്ട്മെന്റ് ഒരു 15,000-ൽ കൂടുതലില്ല. എല്ലാ വേക്കൻസിയും കൂടിയിട്ടാ ഞാൻ പറയാം. അപ്പോ ഒരു വർഷം ക്ലറിക്കൽ വേക്കൻസിക്ക് 10, 15, 20 ലക്ഷം കുട്ടികൾ കേരളത്തിൽ ഒട്ടാകെ എഴുതുമ്പോ ഒരു വർഷം ചിലപ്പോ ഒരു 10,000 2,000 പേരിൽ കൂടുതൽ LD ക്ലർക്കായിട്ട് കേരളത്തിൽ ജോലി കിട്ടുന്നില്ല. ബാക്കി തൊഴിലവസരങ്ങളെല്ലാം ബാങ്ക്, ഇൻഷുറൻസ്, സെൻട്രൽ സർവീസ്, ഡിഫൻസ് സർവീസ്, ഇവിടെയൊക്കെയാണ് ഒഴിവുകൾ ഗണ്യമായിട്ടുള്ളത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പേഴ്സണാലിറ്റി വേണമെന്ന്. മലയാളികൾക്ക് ആ പേഴ്സണാലിറ്റി വളരെയധികം കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വായന വേണം. വായന എന്തിനു വേണ്ടിയിട്ടാണ്? ഭാഷ വളർത്താൻ. അപ്പൊ നിങ്ങൾ നല്ല നിലയിൽ ഇംഗ്ലീഷ് വായനയില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്ത് അറിവുണ്ടെന്ന് പറഞ്ഞാലും ഒരു ജോലിയും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഒരു വഴിയും ഇന്നില്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്തത് ടെക്നോളജി. അത് നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് എല്ലാം. അപ്പോ ടെക്നോളജി നമ്മൾ ലാഗ് ചെയ്താൽ നമ്മൾ ടെക്നോളജി എനേബിൾഡ് ആണ് ഇപ്പൊ പരീക്ഷകളൊക്കെ. അപ്പോ അതിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാനൊക്കെ പറ്റാതെ പോകും. അപ്പൊ നിങ്ങൾ ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിട്ടിരിക്കും വരണം. ടെക്നോളജി എനേബിൾഡ് ആയിട്ടുള്ള വ്യക്തികളാവണം. അപ്പോ ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാൽ മാത്രമേ ജോലി എന്നുള്ള സ്വപ്നം ജീവിതത്തിൽ എന്നെങ്കിലും യാഥാർത്ഥ്യമാവുള്ളൂ. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷയ്ക്ക് പഠിക്കണം. ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഈ പഠിക്കണേന്റെ ഒപ്പം ഇത് വേണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ തന്നെ ഒരു സോട്ട് അനാലിസിസിന് വിധേയരാക്കുക. അത് പൈസ കൊടുത്തോ പല സ്ഥലത്ത് നടത്തുന്നിടത്തൊന്നും പോണ്ട. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. ഞാൻ പറഞ്ഞു, മത്സര പരീക്ഷയിൽ ജയിച്ച് അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അക്കാഡമിക് പെർഫോമൻസ് മാത്രം പോരാ. അതൊരു ഫസ്റ്റ് റിക്വയർമെന്റ് മാത്രമാണ്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് നല്ല നിലയിലെത്താൻ പറ്റുള്ളൂ. അപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് അറിയാം നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണ്. പിന്നെ മത്സര പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട്. അരിത്തമാറ്റിക്, ജനറൽ നോളജ്, ഇംഗ്ലീഷ്, അങ്ങനെ 3-4 വിഷയങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും വന്നതാണ്. അപ്പോ അവിടെ നിങ്ങൾക്ക് ജോലി നേടണമെങ്കിൽ നിങ്ങൾ അരിത്തമാറ്റിക് അറിയണം,
ജനറൽ ഇംഗ്ലീഷ് അറിയണം, ജനറൽ നോളജ് അറിയണം, റീസണിങ്, മെന്റൽ എബിലിറ്റി അറിയണം. അതൊക്കെ നമുക്ക് വേഗം പഠിച്ചെത്താം. പക്ഷെ ഭാഷ വേഗം പഠിച്ചെത്തൂല. മാത്സ് നിങ്ങൾക്ക് 2 മാസം കുത്തിപ്പിടിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഒരു 10ാം ക്ലാസ്സിൽ എത്ര മാത്സ് മോശമായിട്ടുള്ളവർക്കും മാത്സ് കിട്ടും. ഞാൻ തിരിച്ചു വിളിക്കാം. ഞാൻ ക്ലാസ്സിലാണ് തിരിച്ചു വിളിക്കാം. അപ്പോ യെസ്. അപ്പൊ നമുക്ക് ഒരു ഷോർട്ട് അനാലിസിസ്. നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്ക്നെസ് ഉണ്ട്. ദെൻ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഈ അവസരങ്ങൾ കയറി പിടിക്കണേന്ന് നമ്മുടെ ഹഡിൽസ് എന്താണ്, ഇത് നിങ്ങൾ ഓരോന്നും നോക്കുകയും വീക്ക്നെസ്സിനെ ഫോക്കസ് ചെയ്യണം. നിങ്ങളുടെ വീക്ക്നെസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. വീക്ക്നെസ് ഓരോന്നായി കുറച്ചുകൊണ്ട് വരാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ പ്ലാനിങ് പീരീഡിൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒരു ജോലി കണ്ടെത്താൻ പറ്റുള്ളൂ എന്ന കാര്യം മറന്നു പോകരുത്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണ്ട വേറൊരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. അപ്പോ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, ടൈം മാനേജ്മെന്റ് ഇല്ലാത്തവർക്കും പരീക്ഷ വിജയിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയേ ഉള്ളൂ, ടൈം മാനേജ്മെന്റില് നമ്മളെല്ലാവരും എല്ലാം അത്യാവശ്യമായി കഴിയുമ്പോൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോ പരീക്ഷ ആയി കഴിയുമ്പോഴേ പരീക്ഷയ്ക്ക് പഠിക്കുള്ളൂ. ജോലി കിട്ടേണ്ട പ്രായത്തിലേ നമ്മൾ ജോലിക്ക് ശ്രമിക്കുള്ളൂ, അല്ലെങ്കിൽ കിട്ടേണ്ട പ്രായം കഴിയുമ്പോഴേ നമ്മൾ ശ്രമിക്കുള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ആർക്കും ഒന്നും കിട്ടാറില്ല. എമർജൻസി ആയി കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുന്നവര് ജീവിതത്തിൽ ഒരു കാലത്തും വിജയിച്ച് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ടൈം മാനേജ്മെന്റിലെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എമർജൻസി ആക്കാതെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ എമർജൻസീസ് ഓൾവേസ് നമ്മൾ ഒഴിവാക്കി പഠിക്കണം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജോലി നേരത്തെ അന്വേഷിച്ച് പഠിക്കണം, പഠനം നേരത്തെ പ്രിപ്പയർ ചെയ്യണം, ഭാഷ നേരത്തെ വളർത്തിയെടുക്കണം. അതാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഒന്ന് ആവശ്യം വരുമ്പോ, അപ്പോ ടൈം മാനേജ്മെന്റിൽ ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എലിമിനേറ്റ് ഓൾ അൺഇമ്പോർട്ടന്റ് തിങ്സ്, ഫോക്കസ് ഓൾവേസ് ഇമ്പോർട്ടന്റ് തിങ്സ്. നിങ്ങൾക്ക് നാളേക്ക്, മറ്റന്നാളത്തേക്ക്, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ് എന്താണോ ആവശ്യം അതിന് ഇപ്പോഴേ ഒരുങ്ങുക. അതാണ് ഡു ദി ഇമ്പോർട്ടന്റ് തിങ്സ്, അവോയ്ഡ് ഓൾവേസ് അവോയ്ഡ് ദി എമർജൻസീസ്. കാരണം നിങ്ങൾക്ക് ജോലി വേണം എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ അറിയാം. ആ നേരത്തെ അറിയാവുന്ന കാര്യത്തെ നിങ്ങൾ അറ്റൻഡ് ചെയ്യാതെ നീട്ടി കൊണ്ടുവന്ന് എമർജൻസി ആവുമ്പോൾ അറ്റൻഡ് ചെയ്യുകയാണ്. ആ എമർജൻസി ആയിട്ട് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. അപ്പോ പക്ഷെ ആ കാര്യം നമുക്ക് വർഷങ്ങൾക്ക് നമ്മുടെ മുമ്പിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ കിടന്നതാണ്, നമ്മൾ അറ്റൻഡ് ചെയ്യാതെ. അപ്പോ ഒരു ഇമ്പോർട്ടന്റ് തിങ് നമ്മൾ അറ്റൻഡ് ചെയ്യാതെ കൊണ്ടു നടന്നാൽ one day it become an emergency. Remember that if you do not attend an important thing today, after a certain period, all the important things become an emergency. If you attend an emergency, there is no chance to get successful. അതിൽ വിജയിക്കാൻ സാധ്യത വളരെ വളരെ കുറവായിരിക്കും. അപ്പോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ്, ടൈം മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. കാരണം എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ജോലി ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാ ജോലികളും ടെക്നോളജി എടുത്തുകൊണ്ട് പോവുകയാണ്. ഇന്ന് നമ്മൾ കാണുന്ന ബഹുഭൂരിപക്ഷം ജോലികൾ ഒരു 2025 ആവുമ്പോ ഒന്നുകിൽ ഇവിടെ ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ അതിലുള്ളവരുടെ എണ്ണം ഗണ്യമായി കുറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പോ ഡിഗ്രി ഫൈനൽ ഇയേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ബാങ്കുകളിൽ ഒറ്റയാളെ എടുത്തിട്ടില്ല. കുട്ടികൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലി ബിക്കോസ് ഓഫ് കൊറോണ എന്നാണ്. കൊറോണ കൊണ്ടല്ല. കൊറോണ ഒരു ടെമ്പററി ഫിനോമിനയാണ്. അത് കുറച്ച് നമ്മുടെ ആളുകളുടെ മൂവ്മെന്റ്സിനെ ബാധിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ബാങ്ക് എല്ലാം, ജോബ് എല്ലാം ഓൺലൈനായി, കോർ ബാങ്കിങ് ആയി. നമ്മുടെ ഇപ്പൊ കുറച്ച് പ്രായമായ ആളുകൾ മാത്രമാണ് ബാങ്കിൽ പോകുന്നത്. യങ്സ്റ്റേഴ്സ്, പുതിയ ടെക്നോളജി അറിയാവുന്നവർക്ക് ആർക്കും ബാങ്കിൽ പോകണ്ട. ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാം, വീട്ടിലിരുന്ന് തുടങ്ങാം. ലോണിന്റെ ആപ്ലിക്കേഷൻ വീട്ടിലിരുന്ന് കൊടുക്കാം.
അപ്പോ അതെല്ലാം സെൻട്രൽ പ്രോസസിംഗ് സോണിൽ കോർ ബാങ്കിങ് സിസ്റ്റത്തിൽ അനലൈസ് അത് ഇവാലുവേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോ അത് ബാങ്കിങ്, ഇൻഷുറൻസ്, അങ്ങനെ എല്ലാ മേഖലയും ടെക്നോളജി എടുത്തുകൊണ്ട് പോവുക. ദെൻ ഗവൺമെന്റ് സർവീസും ഇപ്പൊ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും ഓൺലൈൻ ആവുകയാണ്. ഓൺലൈൻ ആണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓക്കെ ഗുഡ്, ബട്ട് ഒപ്പം ജോലിയുടെ എണ്ണം കുറയും. ഗവൺമെന്റ് വൺ ഡേ ഗവൺമെന്റ് will be forced to reduce the number of staff because to reduce the expenditure of the government. സർക്കാരിന്റെ ചെലവ് ചുരുക്കാൻ വേണ്ടി ഗവൺമെന്റും അവിടേക്ക് പോകും. അതിങ്ങനെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കുട്ടികളുടെ, യുവാക്കളുടെ പ്രതിഷേധം പേടിച്ചിട്ടാണ് ഓപ്പൺ ആയിട്ട് പറയാത്തത്. പക്ഷെ സർവത്ര മേഖലയിലും കമ്പ്യൂട്ടേഴ്സ് ജോബ് എടുത്തിട്ട് പോയി. അപ്പോ ടെക്നോളജി എടുത്തുകൊണ്ട് പോയി. ഇപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു. അതുപോലെ ഡോക്ടേഴ്സിന്റെ ജോബ് വരെ കമ്പ്യൂട്ടർ എടുത്തു പോയി. എന്ന് വെച്ചാൽ ടെലിമെഡിസിൻ, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എല്ലാം കമ്പ്യൂട്ടേഴ്സ് ആണ് ഏറ്റവും നന്നായിട്ട് ചെയ്യുക. അപ്പോ ടീച്ചിങ് ഏറ്റവും നല്ല ജോബ് എന്ന് നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോ ഇന്ത്യയിൽ പോലും ബാംഗ്ലൂരും ഒക്കെ റോബോട്ട്സ് വന്നു കഴിഞ്ഞു പഠിപ്പിക്കാനായിട്ട്. അധികം കഴിയാതെ നമ്മുടെ ഇവിടെ വരും. കാരണം എന്താന്ന് വെച്ചാൽ ഓൺലി ബിക്കോസ് ഓഫ് ദി പ്രോബ്ലം ഓഫ് അപ്ഡേഷൻ. നമ്മുടെ ഹ്യൂമൻ ടീച്ചേഴ്സ് ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്ത് വരാൻ അറ്റ്ലീസ്റ്റ് 1 year മോർ ദാൻ 1 year ഒക്കെ എടുക്കും. 2 വർഷത്തെയും 3 വർഷത്തെയും മുമ്പത്തെ നോളജ് ആണ് ഇപ്പൊ പഠിപ്പിക്കുക. ബട്ട് റോബോട്ട്സ് ക്യാൻ അപ്ഡേറ്റ് ഇറ്റ്സ് നോളജ് വിത്തിൻ സെക്കൻഡ്സ്. ഇന്നലത്തെ കാര്യം റോബോട്ട് ഇന്ന് വന്ന് പഠിപ്പിക്കും. അപ്പോ അത് നമുക്ക് തടയാനാവില്ല. ഒള്ളി ഇമോഷണൽ ഇന്റലിജൻസ് ഉള്ള ജോബുകൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അവിടെ റോബോട്ട്സിന് പ്ലേ കുറവായിട്ടുള്ളത്. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, റോബോട്ട്സ് വന്നു, അതുപോലെ കമ്പ്യൂട്ടേഴ്സ് വന്നു, ടെക്നോളജീസ് വന്നു, എല്ലാ ജോബും. അപ്പോ നിങ്ങൾ ഇത്രമാത്രം ഫോക്കസ്ഡ് അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ കണ്ടതിനേക്കാൾ ഏറെ ഗുരുതരമായ തൊഴിൽ പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മൾ ഇത്ര കാലം കണ്ടതിനേക്കാളും ഗുരുതരമായ സാഹചര്യങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പറയാനുണ്ടായത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഈ ജോലി നേടുക എന്നുള്ള കാര്യം നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കുക. പിന്നെ നമുക്ക് തൊഴിൽ സാധ്യത ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, സയൻസ് കഴിഞ്ഞു, ധാരാളം ഇഷ്ടം പോലെ തൊഴിൽ അവസരങ്ങൾ കുറെ ഉണ്ട്. അപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് ചോദിച്ചാൽ ഈ തൊഴിൽ എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞില്ല. അടുത്ത പ്രശ്നം, ഇനി എല്ലാ ആഴ്ചയിലും ഈ ഓൾ ഇന്ത്യ നിങ്ങൾ 2 തരം വായനിക്കുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ മുടങ്ങാതെ വായിക്കണം. ഒന്ന് എംപ്ലോയ്മെന്റ് ന്യൂസ്. നിങ്ങൾ കോളേജിൽ എനിക്ക് തോന്നുന്നത് അലൻ സാറേ അവിടെ നമുക്ക് എംപ്ലോയ്മെന്റ് ന്യൂസ് വരുത്തുന്നുണ്ടോ കോളേജില്? കുട്ടികൾ ആരെങ്കിലും ലൈബ്രറി പോകുന്നവരുണ്ടോ? സാറേ നമുക്ക് എംപ്ലോയ്മെന്റ് ന്യൂസ് ഇല്ല സാറേ. വരുന്നില്ല. വരുത്തണം. ഓക്കെ. അപ്പൊ അത് ലൈബ്രറിയിലെ ഒരു ഹാർഡ് കോപ്പി വരുത്തുക. പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ വരുത്തുക. 530 രൂപ ഒരു വർഷത്തേക്ക് വരുള്ളൂ. ഒരു വർഷത്തേക്ക് 530 രൂപ അടച്ചാൽ നമുക്ക് കുട്ടികൾക്ക് വീട്ടിൽ വരും. ബൈ പോസ്റ്റിൽ വരുന്ന സാധനമാണ്. എല്ലാ ശനിയാഴ്ചയും സെൻട്രൽ ഗവൺമെന്റ് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ എല്ലാ പരസ്യങ്ങളും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ, കമ്പനി കോർപ്പറേറ്റ്സിന്റെ, അതുപോലെ തന്നെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ, ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ, യൂണിവേഴ്സിറ്റികളുടെ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ, അങ്ങനെ ബാങ്ക് മുതല് ഇൻഷുറൻസ് മുതല് റെയിൽവേ, അങ്ങനെ എല്ലാ സെൻട്രൽ ഗവൺമെന്റിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള അണ്ടർടേക്കിങ്ങുകൾ എല്ലാത്തിന്റെയും ജോബിന്റെ നോട്ടിഫിക്കേഷൻ എംപ്ലോയ്മെന്റ് ന്യൂസിൽ പരസ്യപ്പെടുത്തിയിരിക്കണം. പത്രങ്ങളിൽ ഇപ്പൊ വരുന്നില്ല. കാരണം സ്ഥാപനങ്ങള് 2ലും അവർ പൈസ ചെലവാക്കുന്നില്ല. അപ്പോ നിങ്ങള്
എയ്തർ ഓൺലൈൻ, ഒന്നുകിൽ ഓൺലൈൻ കോപ്പി നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫിസിക്കലായിട്ട് നിങ്ങൾ അത് വരുത്തുക. അതാണ്, അപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്ലാനൊക്കെ ചെയ്താല് ജോലി കിട്ടണമെങ്കിൽ വേക്കൻസി എവിടെ ഇരിക്കണമെന്ന് അറിയണം. അപ്പോ ഇത് നോക്കുക. പിന്നെ കേരളത്തിലെ വേക്കൻസികൾ അറിയാൻ ഒരു PSC ബുള്ളറ്റിൻ, അത് മാസത്തില് 1, 2 ഒക്കെ ഉണ്ട്. അത് എന്തോ ഒരു 100 രൂപ അടച്ചാൽ PSC ബുള്ളറ്റിൻ വീട്ടിൽ വരും. അപ്പോ ഈ 2 കാര്യങ്ങൾ, മുമ്പേ പറഞ്ഞ പ്ലാനിങ്ങും ഈ 2 തരം മാഗസിൻ സംഗതികളും നിങ്ങൾ കൃത്യമായി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോബ് എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും. അത് സിവിൽ സർവീസ് മുതൽ എല്ലാ സാധ്യതയും അതിൽ വരും. അതാണ് നിങ്ങൾ എങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾക്ക് സൈറ്റിൽ പോയാൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം കലണ്ടർ കിട്ടും. ഇപ്പൊ 2022 എക്സാം കലണ്ടർ ഓൾറെഡി വന്നു കഴിഞ്ഞു. UPSCയുടെ 2022 എക്സാം കലണ്ടർ വന്നു കഴിഞ്ഞു. അതില് ആ കലണ്ടർ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ ഓരോ വേക്കൻസികൾ എന്ന് നോട്ടിഫൈ ചെയ്യും, അത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നാണ്, പരീക്ഷ നടത്തുന്ന തീയതി എന്നാണ്, ഇത്രയും കാര്യങ്ങൾ 1 വർഷം മുമ്പേ അവർ അനൗൺസ് ചെയ്യും. അപ്പോ പക്ഷെ അത് എംപ്ലോയ്മെന്റ് ന്യൂസ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും അതുപോലെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനും ഈ കലണ്ടർ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അപ്പാപ്പ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വരിക. അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ കോഴ്സിന് നിങ്ങൾക്ക് സാധ്യതയുണ്ട്? ഇപ്പോ ഫിസിക്സ് അല്ല കെമിസ്ട്രി മാത്സ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഫിസിക്സ് സബായിട്ട് പഠിക്കുന്നുണ്ടാവും. ഇപ്പൊ ഫിസിക്സ് തുടങ്ങി എന്ന് പറഞ്ഞു, പിന്നെ കെമിസ്ട്രി ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യാൻ പോകണമെങ്കിൽ പൈസ മുടക്കാതെ, കേരളത്തിൽ നിങ്ങൾക്ക് അറിയാം മെറിറ്റ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടും MSCക്ക്, കുറച്ച് സീറ്റ് കാണാം. പക്ഷെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, IITs, NITs, അതുപോലത്തെ ഐസറുകൾ, ഇവിടെയൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അവിടെയൊക്കെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജാം എന്ന് പറയുന്ന എൻട്രൻസ് പരീക്ഷ എഴുതണം. ജാം എഴുതിയാൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സിന് പോവാം. പിന്നെ ഇന്റഗ്രേറ്റഡ് PhD പ്രോഗ്രാം, അതിന് ജസ്റ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എഴുതണം. ജസ്റ്റ് ഇപ്പൊ ജാം ഉണ്ട്, ജസ്റ്റ് ഉണ്ട്. പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, അവിടത്തേക്ക് അവരുടെ അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. പിന്നെ കെമിസ്ട്രി ഒക്കെ ഉള്ളത് കൊണ്ട് അതുപോലെ എന്താ പറയാ, ഈ MSc ബയോടെക്നോളജി, മൈക്രോബയോളജി, അല്ലെങ്കിൽ MSc അഗ്രി ബയോടെക്നോളജി, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമിന്, ഓൾ ഇന്ത്യ പ്രോഗ്രാമിന് സീബ് എന്നുള്ള പരീക്ഷ എഴുതണം. ഈ സീബ് എന്നുള്ള എൻട്രൻസ് എഴുതണം. പിന്നെ IITസിന്റെ ഒക്കെ സ്ഥലമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളണം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് MBA പ്രോഗ്രാമിന് പോവാം, അതിന് CAT എഴുതണം. പിന്നെ ഇപ്പൊ ഗ്രാജുവേറ്റ്സിന് ഗേറ്റ് എഴുതാം. അത് ഇപ്പൊ പുതുതായി വന്നൊരു കാര്യമാണ്. ഗേറ്റ് സ്കോറോടെ മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് മാത്രമല്ല, MTech പ്രോഗ്രാമിന് മാത്രമല്ല, പല IITകളിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ഒക്കെ പല പ്രോഗ്രാമിനും ഗേറ്റ് സ്കോർ വെച്ചെടുക്കും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഡിഗ്രിക്കാർക്കും ഇപ്പൊ ഗേറ്റ് എഴുതാം എന്ന കാര്യം മറക്കണ്ട, ഗേറ്റ് എഴുതാം. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ NITകളില്, ഇപ്പൊ NIT കാലിക്കട്ടുണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് MSc, MBA, MCA പ്രോഗ്രാം ഉണ്ട്. അതിന് ജാമുണ്ട്, CAT ഉണ്ട്,
കമ്പ്യൂട്ടർ സയൻസിന് ചേരണമെങ്കിൽ നിംസെറ്റ് ഉണ്ട്. നിംസെറ്റ് ഇതൊക്കെ എഴുതിയ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കാതെ ഫീസ് ഇല്ലാതെ സ്കോളർഷിപ്പോടെ പഠിക്കാം. അതാണ് അതിന്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾക്ക് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രോഗ്രാമിനും സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ JNUല് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രോഗ്രാമുകളാണ് MSc ലൈഫ് സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് MSc PhD പ്രോഗ്രാം ഉണ്ട്, MSc ഫിസിക്സ് ഉണ്ട്, പിന്നെ MCA ഒക്കെ അവിടെ ഉണ്ട്, എൻവയോൺമെന്റ് സയൻസ് ഉണ്ട്, അതിലൊക്കെ പോവാം. പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ പ്രോഗ്രാമിന് നിങ്ങൾക്ക് മാത്സുകാർക്കും മാത്സ് സബായിട്ട് പഠിച്ചവർക്കും ഒക്കെ പോവാൻ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് പോകണമെന്നുണ്ടെങ്കിൽ ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ് പൂനെ, അവിടെ നിങ്ങൾക്കും സയൻസിൽ നിന്ന് എക്കണോമിക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് വലിയ സാധ്യതയുള്ളൊരു മേഖലയാണ്. അപ്പോ അവിടെ പോവാം. അവിടെ നിങ്ങൾക്ക് MSc എക്കണോമിക്സ്, MSc ഫൈനാൻഷ്യൽ എക്കണോമിക്സ്, MSc ഇന്റർനാഷണൽ ബിസിനസ്, അതിനൊക്കെ ചേരാം. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ കോമൺ ആയിട്ട് കോമൺ എൻട്രൻസ് ഉണ്ട്, ക്യൂസെറ്റ് എക്സാം. ആ ക്യൂസെറ്റ് എഴുതിയാലേ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കിട്ടുള്ളൂ. പിന്നെ ലൈബ്രറി സയൻസിന് പോവാം. ഇന്ന് ലൈബ്രറി സയൻസ് അത്ര അട്രാക്റ്റീവ് അല്ല, കാരണം ഒരുപാട് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ലൈബ്രറി സയൻസ് വന്നു. അതുകൊണ്ട് ലൈബ്രറി സയൻസിൽ ജോലി കിട്ടാൻ ഇപ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒത്തിരി പേര് വന്നു എന്നുള്ളത്. പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, അവിടെയൊക്കെ നിങ്ങൾക്ക് ചേരാം. പിന്നെ നിങ്ങൾക്ക് പോകാവുന്ന ഏറ്റവും വേറൊരു നല്ല മേഖല എന്ന് പറയുന്നത് നിയമപഠനമാണ്. കാരണം പഴയ പോലെയല്ല, ലീഗൽ സ്റ്റഡീസിന് ഇന്ന് ഈ ഒരു ഇന്റർനാഷണൽ സാധ്യത ഭയങ്കര കൂടുതലാണ്. കാരണം നമുക്കറിയാം ലോകത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ ആണ്. അപ്പൊ ഇന്റർനാഷണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ കോർപ്പറേറ്റ് നിയമങ്ങൾ, സയൻസിലുമൊക്കെ പാറ്റന്റ് നിയമങ്ങള്, അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ടൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങൾ വളരെയധികം ഉപയോഗപ്പെടുത്തണം. പിന്നെ കേരളത്തിൽ നിങ്ങൾക്ക് ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് കിഡ്സ്, അതുപോലെ തന്നെ അവിടുത്തെ MBA പ്രോഗ്രാം, പിന്നെ പബ്ലിക് റിലേഷൻ, അതൊക്കെ നമുക്ക് കിഡ്സിൽ തന്നെ പഠിക്കാവുന്നതാണ്. പബ്ലിക് റിലേഷനൊക്കെ പിന്നെ നിങ്ങൾക്ക് പോകാവുന്ന ഇത്തരം കോഴ്സുകളെ പറ്റി തന്നെ അധികം പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി, കാസർഗോഡുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ എന്തൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് പറ്റിയ അവിടെ നമുക്ക് MSc അനിമൽ സയൻസ്, ജനോമിക് സയൻസ്, ബയോകെമിസ്ട്രി, മൊളിക്കുലാർ ബയോളജി, പ്ലാന്റ് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാം അവിടെ ലഭ്യമാണ്. പിന്നെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അവിടെ അവരുടെ എൻട്രൻസ് എഴുതണം, കുസ്റ്റാറ്റിന്റെ കാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതണം. അവിടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനത്തെ പ്രോഗ്രാമിന് ചേരാം. പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്, IITM, അത് കേരള എന്നുള്ള, അവിടെ MSc കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ MSc ഇൻ ഡാറ്റ അനലിറ്റിക്സ്, സൈബർ സെക്യൂരിറ്റി, അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിന് ചേരാം. പിന്നെ മെഷീൻ ഇന്റലിജൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ്, ജിയോ സ്പേഷ്യൽ അനലിറ്റിക്സ്, അങ്ങനെ കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ ചെയ്യാൻ പറ്റിയ മേഖലയാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെന്റ്. ദെൻ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ സയൻസുകാർക്ക്, കെമിസ്ട്രിക്കാർക്കൊക്കെ പോകാവുന്ന ഫുള്ളി ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി പ്രോഗ്രാം, അതിന് BSc ഫിസിക്സ് വേണം അതിന്. പിന്നെ ന്യൂറോ ടെക്നോളജി, അതിന് ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും പറ്റും.
പിന്നെ ക്ലിനിക്കൽ പെർഫ്യൂഷൻ എലിജിബിലിറ്റി അത് സുവോളജിക്കാർക്കേ പറ്റുള്ളൂ. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സ് സയൻസ് അതിന് നമ്മുടെ പ്രോഗ്രാമിന് പറ്റില്ല. പിന്നെ അവിടെ ബാച്ച് ഈ ഹോസ്പിറ്റലുകളിലെ അങ്ങനത്തെ ഉള്ളവരുടെ ലൈബ്രറി സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട് ബാച്ചുലർ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. പിന്നെ നമുക്ക് ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ ലേണിംഗ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ്. അവിടെ MSc മാത്തമാറ്റിക്സ്, കെമിസ്ട്രി അത്തരം പ്രോഗ്രാമിനൊക്കെ നിങ്ങൾക്ക് ചേരാം. പിന്നെ അലിഗാർ മുസ്ലിം യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ കിടക്കട്ടെ. പിന്നെ B.Ed പ്രോഗ്രാം നമുക്കറിയാം. B.Ed പ്രോഗ്രാം ഒക്കെ അധികം കഴിയാതെ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ എന്താ പറയാ ഡിഗ്രിയോട് ചേർത്ത് തന്നെ വന്ന പ്രോഗ്രാം ആയി മാറി എന്നുള്ള കാര്യം മറന്നുകൊണ്ട ഡിഗ്രിയോടൊപ്പം ചെയ്യാവുന്നതാണ്. അപ്പൊ അതൊക്കെ അങ്ങനെയാവും. ഇപ്പൊ നിങ്ങൾക്ക് B.Edന് പോയി സ്കൂൾ ടീച്ചേഴ്സ് ആവാം. B.Ed ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് എന്താ പറയാ B.Ed കഴിഞ്ഞ് M.Ed എടുക്കുകയാണെങ്കിൽ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ B.Edനും M.Edനും ഒക്കെ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചർ ആവാം. പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ കുറെ അധികം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തിനാണ് ഈ പോസ്റ്റ് ഗ്രാജുവേഷന് പോണേ? പോസ്റ്റ് ഗ്രാജുവേഷന് പോണത് ടീച്ചിങ്ങിനും റിസർച്ചിനും പോകാൻ വേണ്ടി മാത്രമാണ്. എന്തെങ്കിലും വളരെ അപൂർവം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ടീച്ചിങ്ങിലും PhD ചെയ്യാനും ഒക്കെയാണ് ഈ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആവശ്യമായിട്ടുള്ളത്. ജോലിക്ക് പൊതുവെ ഇത്തരം പ്രോഗ്രാമുകൾ അധികം ആവശ്യമില്ല. അപ്പോ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷന് പോവുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ കരിയറിലെ ഏറ്റവും പ്രൊജക്റ്റഡ് ആയിട്ടുള്ളത് ടീച്ചിങ് റിസർച്ച് ആയിരിക്കും. അപ്പോ നെറ്റ് എഴുതുക എന്നുള്ളത് വളരെ പോസ്റ്റ് ഗ്രാജുവേഷന് പോണ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നെറ്റ് എഴുതുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല നെറ്റ് എഴുതുക എന്നുള്ളത്. അപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, നെറ്റ് നിങ്ങൾ PGക്ക് പഠിക്കണ ഫസ്റ്റ് ഇയർ മുതൽ നിങ്ങൾക്ക് നെറ്റ് എഴുതാം. അത് CSIR നടത്തുന്ന നെറ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് കുറച്ച് ടഫാണ്, നന്നായിട്ട് ഒരുങ്ങിയാൽ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ അത് കിട്ടിയാൽ നിങ്ങൾക്ക് കോളേജിൽ അധ്യാപകരാകാം. പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരെ ഇപ്പോ നെറ്റുള്ളവരെയാണ് എടുക്കുക. പിന്നെ JRF കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസർച്ചിന് പോവാം. 5 വർഷം നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. അത് ഏകദേശം 60,000 രൂപ വെച്ച് മാസം ശമ്പളം കിട്ടുന്ന പോലെ കിട്ടും. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ വേക്കൻസി വന്നാൽ കോളേജിൽ ശ്രമിച്ച് കയറാം. അപ്പോ അങ്ങനെ ഒത്തിരി സാധ്യതയുണ്ട്. പക്ഷെ അവിടെയും സയൻസിലും ഒക്കെ കുട്ടികളെ എനിക്ക് ഇഷ്ടം പോലെ അറിയാം, പലരും ഒരുപാട് വർഷം എഴുതി കിട്ടാതെ ഈ ഉപേക്ഷിച്ചു പോണത്. അതിൻ്റെയും യഥാർത്ഥ പ്രശ്നം ഈ സബ്ജക്ട് നോളജിനേക്കാൾ ഉപരി ഭാഷാ നൈപുണ്യമാണ് നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. അതനുസരിച്ച് വേണം നിങ്ങൾ തയ്യാറാവാൻ. ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, ജോലിയും ഇതൊക്കെ. അതിനിടയ്ക്ക് കുട്ടികൾക്ക് ഇപ്പോ നമ്മുടെ ഈ പ്രോഗ്രാമിൽ 68-70 കുട്ടികളുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടാവും. ആ കാര്യം കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ബാക്കി നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ. അപ്പോ ഈ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം. അതല്ലാതെ ഞാൻ ഈ പറയണ പോലെ ഒരുപാട് പറയണത് എല്ലാവരും അബ്സോർവ് ചെയ്യണമെന്ന് ഒരു സാധ്യതയില്ല. പക്ഷെ നിങ്ങളിൽ പലർക്കും പല കാര്യങ്ങളും ജോലി സംബന്ധിച്ചോ ഹയർ എഡ്യൂക്കേഷൻ സംബന്ധിച്ചോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടാവും. ആ കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ. കാരണം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സമയം മാത്രമേ ഉള്ളൂ. ആ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് എന്താ പറയാ ഈ പ്രോഗ്രാം തീർക്കണം. അതിനിടയ്ക്ക് ഈ ചോദ്യോത്തര വേള നമുക്ക്
ഒഴിവാക്കാൻ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ എത്രയും വേഗം അതിനകത്തേക്ക് പോവുക. അപ്പോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. അത് ടീച്ചേഴ്സിനും എന്തെങ്കിലും കാര്യങ്ങൾ കോമൺ ആയിട്ട് ഞാൻ പറയാനുണ്ടെങ്കിൽ എന്നെ ഓർമ്മപ്പെടുത്താം, പറയാം. അപ്പോ എല്ലാവരെയും ആ കാര്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം നമുക്ക് 12 മണിക്ക് അടുത്ത പ്രോഗ്രാം നമുക്ക് തുടങ്ങാനുള്ളതാണ്. അപ്പൊ നമുക്കൊരു 11:50 ആകുമ്പോഴേക്കും നമുക്ക് ഈ പ്രോഗ്രാം തീർക്കേണ്ടതുണ്ട്. അപ്പോ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ ചോദിക്കണം. കുട്ടികൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. നിങ്ങളിപ്പോ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ മണ്ടന്മാരായിട്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ എന്ത് മണ്ടത്തരം ചോദിച്ചാലും അത് അപ്പോഴത്തേക്കേ ഉള്ളൂ. അപ്പൊ അത് ധൈര്യമായിട്ട് ചോദിക്കാം. എന്ത് മണ്ടത്തരം വിഡിത്തം ആയിക്കോട്ടെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. സർ, എനിക്ക് ഈ ജാം എൻട്രൻസ് എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. സാറേ കേൾക്കുന്നില്ല. പോവാൻ സാറേ കേൾക്കുന്നുണ്ടോ? ജാം നിങ്ങളുടെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷ തന്നെയാണ്. നിങ്ങൾക്ക് അതിന്റെ ജാമിന്റെ എൻട്രൻസിന്റെ ബുക്കുകൾ വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതിന്റെ വെബ്സൈറ്റ് അഡ്രസ്സ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാൻ അത് കാണിച്ചു തരാം. സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ അത് നിങ്ങൾ അത് എഴുതിയിട്ട് ഇവിടെയുണ്ട് www.jam.iit ഖരഗ്പൂർ എന്നുള്ളതിന്റെ .ac.in ഈ സൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ മതി. പത്രത്തിലൊക്കെ പരസ്യം വരും, ജാമിന് ആപ്ലിക്കേഷൻ വിളിച്ചെന്നും പറഞ്ഞു. അപ്പോ ആ സബ്ജക്റ്റിന് ഇവിടുന്ന് ധാരാളം കുട്ടികൾ ഹൈദരാബാദിൽ വരെ പോയി കിടന്ന് ജാമിന്റെ കോച്ചിങ്ങിന് പോയി 1 വർഷമൊക്കെ എടുത്ത് ചെയ്യുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിനു വേണ്ടിയിട്ടുള്ള ബുക്കുകൾ മേടിക്കാൻ കിട്ടും. നല്ല നല്ല ബുക്കുകൾ കിട്ടും. ടാറ്റ മെഗ്രോ ഹിൽസ്, പിയേഴ്സൺ അവരുടെയൊക്കെ ബുക്കുകൾ വളരെ നല്ലതാണ്. നല്ല നിലവാരമുള്ള ബുക്കുകളാണ്. അത് നോക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന്റെ സിലബസ് മിക്കവാറും ഡിഗ്രി തലത്തിലുള്ള സിലബസ് ആയിരിക്കും. പിന്നെ സിലബസ് നിങ്ങളുടെ സിലബസ് നിങ്ങൾ പഠിച്ചതും ചിലപ്പോൾ ആ സിലബസിലും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് വെച്ചാണ് പഠിക്കുന്നത്. ആ ഒരു പ്രശ്നം അപ്പോൾ നിങ്ങളൊരു ഇഗ്നുവിന്റെ സിലബസിനോട് ഇഗ്നുവിന്റെ അല്ല, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സിലബസിനോട് ഈക്വൽ ആയിട്ട് ആയിരിക്കും ഒരു ചോദിക്കുക. അൽത്താഫ്, ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? നല്ല കാര്യമാണ്, നല്ല സംശയം. ക്ലിയർ ആയോ അൽത്താഫ്? മനസ്സിലായോ? ഓക്കെ. അതുപോലെ ബാക്കിയുള്ളവർ എല്ലാവർക്കും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാവും. അതാണ് ചോദിക്കേണ്ടത്. ഈ അവസരം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക. അടുത്തത് സർ, IIT-യിലുള്ള മാത്സിന്റെ PG കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പറയാമോ? IIT-യിലുള്ള IIT-കളില് ഇപ്പോ എല്ലാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലും മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അത് കുറെ പ്രോഗ്രാം ഇന്റഗ്രേറ്റഡ് ആയിട്ട് +2 കഴിഞ്ഞ് കയറുന്നവരാണ്. അതിന് ഒരു +2 ലെവലുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇവിടെയൊക്കെ അതേസമയം ഗ്രാജുവേഷൻ കഴിഞ്ഞുള്ള പ്രോഗ്രാമിന് എല്ലായിടത്തും ഈ ജാമിന്റെ സ്കോർ വെച്ചാണ് എടുക്കുക. മനസ്സിലായോ? ജാമിന്റെ അത് എവിടെയൊക്കെയാന്ന് പറയാം. ജാം വെച്ച് കിട്ടുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ എടുക്കും, IIT-കളിൽ എടുക്കും, ഐസറിൽ എടുക്കും, NIT-കളിലും ഈ ജാം സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ. അപ്പൊ നിങ്ങൾക്ക് IIT-കളില് ഡയറക്റ്റ് PGക്ക് ചേരണമെന്നുണ്ടെങ്കിൽ ജാം സ്കോർ തന്നെ വേണം. ഇപ്പൊ നേരത്തെ ചോദിച്ചതാരാ? സർ, ഞാൻ തന്നെയാണ്, അൽത്താഫ്. അൽത്താഫ് തന്നെയാണ്. അൽത്താഫ് ക്ലിയർ ആയോ?
സാർ ക്ലിയർ ആണ്. ഓക്കെ. ഇനി ആർക്കും ഡൗട്ട്സ് ഉണ്ടോ കുട്ടികൾക്ക് ചോദിക്കാം കേട്ടോ. കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കണേ. ഡൗട്ട്സ് ചോദിക്കണേ. സാർ ഈ BSc കെമിസ്ട്രി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഓപ്പർച്യൂണിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കമ്പനി ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ പൊള്യൂഷൻ കൺട്രോൾ ബോർഡ്, പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസ്, അതുപോലെ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറീസ്, പോലീസിന്റെ ഫോറൻസിക് ലബോറട്ടറികൾ, പിന്നെ പീച്ചിയിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ മുതൽ ഒരുപാട് സ്ഥാപനങ്ങളില് ജൂനിയർ സയന്റിഫിക് അസിസ്റ്റന്റ്, ലാബ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പോസ്റ്റുകൾ വിളിക്കും. ഇനി നിങ്ങൾ ഈ എംപ്ലോയ്മെന്റ് ന്യൂസ് നോക്കിയാൽ ഈ സെൻട്രൽ കെമിക്കൽ റിസർച്ച് ലബോറട്ടറികൾ, അതുപോലത്തെ NIT-കൾ, IIT-കൾ, അവിടെയൊക്കെ ഈ കെമിസ്ട്രി വെച്ച് ധാരാളം ജോബ് വിളിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കെമിസ്ട്രിക്കാർക്ക് വല്ല കെമിക്കൽ പ്ലാന്റുകള്, കെമിക്കൽ കമ്പനികള്, അങ്ങനെയുള്ളിടത്തൊക്കെ കുറച്ച് സാധ്യതയുണ്ട്. പക്ഷെ ഏറ്റവും നല്ല സാധ്യത ഇതുപോലത്തെ ഗവൺമെന്റ് സാധ്യതയാണ്. അത് ഒരു കെമിസ്ട്രിക്കാർക്ക് കിട്ടുന്ന അത്രയും സാധ്യത വേറെ മറ്റ് ഗ്രാജുവേറ്റ്സിനില്ല. മറ്റ് ഗ്രാജുവേറ്റ്സിന് ഉള്ളത് പിന്നെ ഫിസിക്സുകാർക്കാണ്. സയന്റിഫിക് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞു. ഫിസിക്സുകാർക്കും നിങ്ങളെ പോലെ തന്നെ സാധ്യതയുണ്ട് ഒരുപാട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലബോറട്ടറി അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്നൊക്കെ പറഞ്ഞ് ഒട്ടനേകം പോസ്റ്റുകൾ നിങ്ങൾക്ക് ഈ ഫിസിക്സ് കെമിസ്ട്രിക്കാർക്കുണ്ട്. അതിന് ഈ എംപ്ലോയ്മെന്റ് ന്യൂസും അതുപോലത്തെ നോട്ടിഫിക്കേഷൻസും PSC ബുള്ളറ്റിനും നോക്കിയാൽ നിങ്ങൾക്ക് ആ ജോലി കണ്ടെത്താൻ പറ്റുന്നതാണ്. ജോമിയ അല്ലേ ചോദിച്ചേ? ജോമിയ, മനസ്സിലായോ? ജോമിയക്ക് ക്ലിയർ ആയോ കാര്യം? ക്ലിയർ ആയി. ഓക്കെ. അപ്പോ വെരി ഗുഡ്. പിന്നെ നിങ്ങൾക്ക് അതുപോലെ തന്നെ സെൻട്രൽ ഓഷ്യനോഗ്രാഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിഫ്നെറ്റ്, അവിടെയൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് കേട്ടോ. മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അവിടെയൊക്കെ നിങ്ങൾക്ക് കെമിസ്ട്രിക്കാർക്ക് സാധ്യതയുണ്ട്. അടുത്ത മറ്റ് ബാക്കിയുള്ളവർക്ക് BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എടുത്തവർക്കും BSc കെമിസ്ട്രി എടുത്ത പിള്ളേരുടെ അതേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കമ്പനീസിൽ കിട്ടും? കിട്ടൂല. കൂടുതൽ സാധ്യത കമ്പനി സ്ഥാപനങ്ങളിൽ കൂടുതൽ സാധ്യത BSc കെമിസ്ട്രിക്കാർക്കായിരിക്കും. ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എടുത്തവർക്ക് ആ സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ ഉള്ളവർക്ക് മാത്രമേ, ആ മേഖലയിൽ മാത്രമേ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിക്കാർക്ക് ജോലി കിട്ടൂ. നിങ്ങൾ ജനറലിസ്റ്റുകൾക്കായിരിക്കും എപ്പോഴും കൂടുതൽ സാധ്യത. അഞ്ജലി അല്ലേ ചോദിച്ചത്? അപ്പോ പക്ഷെ ഒരു വ്യത്യാസം ഉള്ളത്, ഇപ്പൊ ഈ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയിലൊക്കെ കുറച്ച് വേക്കൻസി ഉള്ളെങ്കിലും അത് പഠിച്ചവരുടെ എണ്ണം കുറവായിരിക്കും കേട്ടോ. ശരിയല്ലേ? അപ്പൊ BSc ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി എടുത്തിട്ട് MSc പ്യുവർ കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ അപ്പോഴും അങ്ങനെ പ്യുവർ കെമിസ്ട്രിക്ക് അഡ്മിഷൻ കിട്ടുവാ? കിട്ടും. ഞാനിപ്പോ PG പ്യുവർ കെമിസ്ട്രി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് MSc കെമിസ്ട്രി വെച്ചുള്ളതിന് പോവാം. അപ്പൊ കമ്പനിയില് BSc ക്വാളിഫിക്കേഷനിൽ ചോദിക്കുമ്പോ അതിന് ഇൻഡസ്ട്രിയൽ ഇക്വലന്റ് ആയിട്ട് പരിഗണിച്ചേക്കണ സ്ഥാപനങ്ങളിലേ കിട്ടുള്ളൂ. ചില സ്ഥലത്ത് അവർ എടുക്കൂല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ഈ ചിലപ്പോ BCom പഠിക്കുന്നവർക്ക് കിട്ടുന്ന അതിലും നല്ലതാണ്. ഇപ്പൊ BBA പഠിച്ചവർക്ക് BComകാരുടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാ. മനസ്സിലായോ? അതുപോലെ ഈ PG പ്രോഗ്രാമിന് പോകുമ്പോഴും അത്തരം കുഴപ്പങ്ങളും ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ഇതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ സ്റ്റെപ്പും മൂവ് ചെയ്യാനായിട്ട്. അഞ്ജലി കേട്ടോ, ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ ഈ പോസ്റ്റ് ഗ്രാജുവേഷന് ജാം അല്ലാതെ വേറെ ഏതൊക്കെ എൻട്രൻസ് ഉള്ളത് എക്സാംസ്? പോസ്റ്റ് ഗ്രാജുവേഷന്റെ ഒപ്പം ഇന്റഗ്രേറ്റഡ് ആയിട്ട് PhDക്ക് പോകണമെങ്കിൽ ജസ്റ്റ് JEST
ജോയിന്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്, ജസ്റ്റ്. അപ്പൊ ജാമുണ്ട്, ജസ്റ്റ് ഉണ്ട്. പിന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആകുമ്പോ ജനറൽ ഗ്രാജുവേറ്റ് സ്കൂൾ അഡ്മിഷൻ, ഗ്രാജുവേറ്റ് സ്കൂൾ അഡ്മിഷൻ GS എക്സാം. പിന്നെ ഈ മൈക്രോബയോളജി, ബയോടെക്നോളജി അങ്ങനെയൊക്കെ പറയുന്ന പ്രോഗ്രാമിന് പോകണമെങ്കിൽ സീബ്, ക്യാപിറ്റൽ ലെറ്ററിൽ CEEB, സീബ്. സൈറ്റില് ഇത് അടിച്ചു കൊടുത്താൽ കിട്ടും. TIFR എന്ന് അടിച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. സീബ് കിട്ടും, ജസ്റ്റ് കിട്ടും. അത്ര അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. പിന്നെ LLBക്ക് പോകണമെങ്കിൽ അതിന്റെ എൻട്രൻസ്, മറ്റു പ്രോഗ്രാമിന് പോകണമെങ്കിൽ അതിന്റെ എൻട്രൻസ്, എല്ലാത്തിനും സെൻട്രൽ യൂണിവേഴ്സിറ്റി കിട്ടണമെങ്കിൽ ക്യൂസെറ്റ്. ഇത്രമാത്രം എൻട്രൻസുകളും ഉണ്ട്. മനസ്സിലായോ? ക്യൂസെറ്റ് ഏത് ഗ്രാജുവേഷനിലുള്ളവർക്ക് പറ്റുന്ന? PG പ്രോഗ്രാമിന് പോകാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ക്യൂസെറ്റ് എക്സാം, അത് പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട്. മനസ്സിലായോ? ഗ്രാജുവേറ്റ്സിന്റെ ക്യൂസെറ്റ് ഉണ്ട് +2 കഴിയുമ്പോ, ഡിഗ്രിക്ക് പോണവർക്ക്. ക്ലിയർ ആയോ അനീറ്റ? മനസ്സിലായി സാർ. ഓക്കെ, ഇനി അടുത്തത്. സാർ മുമ്പ് ഞാൻ ചോദിച്ചായിരുന്നു ഇൻഡസ്ട്രീസിലോ അല്ലെങ്കിൽ ഉള്ള ഓപ്പർച്യൂണിറ്റി ചോദിച്ചായിരുന്നു കെമിസ്ട്രിക്കാർക്ക്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതുപോലെ എൻട്രൻസ് എക്സാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജോബിന് എൻട്രൻസ് ഒന്നുമില്ല. നിങ്ങള് അവര് വേക്കൻസി വിളിക്കും, ചിലപ്പോൾ കൂടുതൽ പേര് അപ്ലൈ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു ടെസ്റ്റ് നടത്തും, പിന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കും. മനസ്സിലായോ? അതൊക്കെയാണ് അവർ ചെയ്യുക. അല്ലാതെ ജോലിക്ക്, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ഓൾ ഇന്ത്യ പാറ്റേണിൽ ഒരു എൻട്രൻസ് പരീക്ഷയോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇല്ല. മനസ്സിലായോ? മോസ്റ്റ്ലി നിങ്ങളെ പറ്റി ആരെങ്കിലും പരിചയപ്പെടുത്താനുണ്ടെങ്കിൽ വേഗം കിട്ടും. അതാണ് സാധാരണ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡേഷൻ എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ബയോഡാറ്റ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ പറ്റി ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ വേഗം കിട്ടും. പിന്നെ കെമിസ്ട്രിക്കാർക്ക് നമ്മുടെ FACT പോലെയുള്ളടത്ത്, FACT, കൊച്ചിൻ റിഫൈനറി, അവിടെയൊക്കെ പ്ലാന്റ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് നല്ല പോസ്റ്റുകൾ, വേക്കൻസികൾ വിളിക്കും. പക്ഷെ ഇപ്പോ കുറെ കാലമായിട്ട് വിളിക്കൽ കുറവാണ്. പക്ഷെ അവർ അപ്രന്റീസുകളായിട്ട് വിളിച്ചിട്ട് അവർ സ്ഥിരപ്പെടുത്തും. അങ്ങനെയാണ് ചെയ്യുക അധികം. ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടികളെയും BSc കെമിക്കൽ കെമിസ്ട്രി കഴിഞ്ഞ കുട്ടികളെയൊക്കെ അവർ ഒരുമിച്ച് വിളിച്ച് അപ്രന്റീസുകളായിട്ട് വിളിച്ച് അപ്രന്റീഷിപ്പ് കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തലാണ്. അങ്ങനെ കെമിസ്ട്രിക്കാർക്ക് ഇഷ്ടംപോലെ സാധ്യതയുണ്ട് കമ്പനികളിൽ, ഗവൺമെന്റ് കമ്പനികളിൽ. പാക്ട്, കൊച്ചിൻ റിഫൈനറീസ്, അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ കമ്പനികൾ, അതുപോലെ സദേൺ പെട്രോ കെമിക്കൽസ്, ഓയിൽ, അങ്ങനെയുള്ള സെക്ടറുകളിലൊക്കെ കെമിസ്ട്രിക്കാർക്ക് ഇത്തരം സാധ്യതകളുണ്ട്. ഓയിൽ കമ്പനികളിലൊക്കെ. ക്ലിയർ ആയോ? പക്ഷെ അവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബിടെക് കെമിക്കൽ എഞ്ചിനീയറിംഗുകാരും ഡിപ്ലോമ കെമിക്കൽ എഞ്ചിനീയറിംഗുകാരും വരുമ്പോൾ അവർക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കെമിസ്ട്രിക്കാർക്ക് അങ്ങനെ അധികം ചാൻസ്. പക്ഷെ യു ആർ ഈക്വലി എലിജിബിൾ. നിങ്ങൾ കോമ്പറ്റ് ചെയ്ത് നന്നായിട്ട് സ്കോർ ചെയ്ത് വന്നാൽ നിങ്ങളും തുല്യ പരിഗണനയ്ക്ക് അർഹരാണ്. കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ പേർക്ക് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത്. എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കുന്നവർ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നല്ല ചോദ്യങ്ങളാണ്. ഇറ്റ്സ് വെരി ഗുഡ്. ഇനി സാർ, നമ്മളിപ്പം BSc കെമിസ്ട്രി പ്യൂർ പഠിച്ചു, അത് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ MScക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പല കോഴ്സുകൾ തിരഞ്ഞെടുക്കാമല്ലോ. ഇപ്പം ഇതിന് തന്നെ നമുക്ക് റോബോട്ടിക്സ് സയൻസ്, ഇപ്പം മികച്ച റോബോട്ടിക്സ് അതിന്റെ അല്ലേ, അപ്പൊ നമുക്ക് MSc റോബോട്ടിക്സ് അങ്ങനെയുള്ള ഫീൽഡിലോട്ട്. ഹലോ, ഓക്കെ 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 നോക്കാം. ഓക്കെ, അതുകൊണ്ട് എടുത്തു കൊടുത്തു. അപ്പോ ഈ റോബോട്ടിക്സ്, നാനോ ടെക്നോളജി ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ സ്റ്റിൽ ഇൻ ദ റിസർച്ച് ഏരിയയിലാണ്.
നമുക്ക് പെട്ടെന്ന് അതൊക്കെ പഠിച്ചൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ സെക്ടറുകളൊക്കെ റിസർച്ച് മേഖലയിലാണ് അധികം കിടക്കുക. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ കുറെ കാലം വെയിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ടെക്നോളജി ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി റിസർച്ച് മേഖലയിലുള്ളതിലേക്ക് പോവാവൂ. നിങ്ങൾക്ക് അത്രയും കാലം നിങ്ങളെ വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമോ, അതിനുള്ള സാമ്പത്തിക സ്ഥിതി വീട്ടിലുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലാതെ ഓടിച്ചെന്ന് അത് പഠിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ ഒരു ജോലി പെട്ടെന്ന് ഉണ്ടാവില്ല കേട്ടോ ജോമിയ. അപ്പോ അത് വളരെയധികം മനസ്സിലാക്കിയിട്ട് അത്തരം പ്രോഗ്രാമിന് ചെന്ന് കാലുകുത്താവൂ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, മനസ്സിലായ? ഹലോ, ഓക്കെ. അപ്പോ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ ധാരാളം കുട്ടികൾക്ക് അങ്ങനെ ഈ മൈക്രോബയോളജി, നാനോ ടെക്നോളജി അങ്ങനെയൊക്കെ ചെന്ന് പെട്ട കുറെ അധികം പേര് എനിക്കറിയാം. എന്നിട്ട് പിന്നെ അവര് ഗ്രാജുവേഷൻ വെച്ചുള്ള ജോലികൾ അന്വേഷിച്ച് ഇറങ്ങുകയാണ് പിന്നെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗതികേട് വരരുത്. ഞാൻ എൻ്റെ ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ നമ്പർ തരാം. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇനി എന്നെ വിളിക്കാം. ഞാനത് ക്ലാസിന്റെ അവസാനം പറയാം കേട്ടോ യോമിയ. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ഇനി അതുപോലെ വേറെ ആരെങ്കിലും? സാർ, മാത്സിന് ടീച്ചിങ് ഫീൽഡ് അല്ലാതെ വേറൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ലേ? മാത്സിന് ഇപ്പൊ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ ഡാറ്റ അനലിറ്റിക്സ്, ആക്ച്വറിയൽ സയൻസ് പഠിക്കാൻ മാത്സുകാർക്ക് ഭയങ്കര നല്ലതാണ്. ഇൻഷുറൻസ് മാനേജ്മെന്റ്. കാരണം പിന്നെ നിങ്ങൾക്ക് ഡാറ്റ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാമിന് പോയാൽ ഇഷ്ടം പോലെ സാധ്യതയുണ്ട്. ഈ മാത്സ് ക്യൂൻ ഓഫ് സയൻസ് എന്ന് പറയുമ്പോഴും മാത്സ് വെച്ച് നമുക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനായി വേക്കൻസികൾ വിളിക്കുന്നത് വളരെ വളരെ കുറവാണ്. ആതിരയുടെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആതിര അതല്ലേ ഉദ്ദേശിച്ചത്? ഹലോ, അതെ സാർ. അതെ. അപ്പോ ഈ മാത്സിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പക്ഷെ ഇന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളിപ്പോ ഒരു മാത്സ് MSc മാത്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഇന്ത്യയിലൊക്കെ വളരെയധികം വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ കോച്ചിങ് സെന്റേഴ്സ് ഇല്ലേ? JEE, അതുപോലെയുള്ള മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ്, KMAT, CAT, SAT, അതുപോലെ എന്താ പറയാ എല്ലാത്തരം എൻട്രൻസുകളും. മാത്തമാറ്റിക്സുകാരെ ഏറ്റവും അധികം ഷൈൻ ചെയ്യുന്നത് ഈ കോച്ചിങ് ഇൻഡസ്ട്രിയിലാണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് നമുക്ക് പറയുമ്പോൾ കോച്ചിങ് ഇൻഡസ്ട്രിയാണ്. ഒരു കോച്ചിങ് ഇൻഡസ്ട്രിയിൽ ഒരു മാസം 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ് സാലറി. അതറിയാമോ ആതിരയ്ക്ക്? ഇല്ല സാർ. അപ്പോ അപ്പൊ ഈ മാത്തമാറ്റിക്സിന് അനന്ത സാധ്യതയുള്ള. പിന്നെ ഈ ഡാറ്റ അനലിറ്റിക്സിലൊക്കെ പോയി പഠിച്ച അവരൊക്കെ വളരെ ഷോർട്ടാണ്. ഈ എന്താ പറയാ, UN മുതല് IMF മുതല് വേൾഡ് ബാങ്ക് മുതല് ഇന്ത്യയിലെ റിസർവ് ബാങ്ക് മുതല് ഈ ഡാറ്റ അനലിറ്റിക്സും അങ്ങനെയുള്ളവർക്കും ഭയങ്കര സാധ്യതയാണ്. അപ്പോ ഈ അല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് പോകണം. BSc മാത്സ് കഴിഞ്ഞ് സ്റ്റാറ്റിസ്റ്റിക്സിന് പോകണം. അപ്പോ സ്റ്റാറ്റിസ്റ്റിക്സിൽ സയന്റിസ്റ്റ് ആയിട്ടുള്ള സാധ്യതകളൊക്കെ ഒരുപാടുണ്ട്. അങ്ങനെ പറ്റും. അല്ലെങ്കിൽ ടീച്ചിങ് ട്രെയിനിങ്ങില് മാത്തമാറ്റിക്സിനുള്ള അത്ര സാധ്യത മറ്റൊരു സബ്ജക്റ്റിനും ഇല്ല കേട്ടോ ആതിര. കാരണം അതൊരു വലിയ ലോകം മുഴുവനും ഇവിടുന്ന് നിങ്ങൾക്ക് അറിയില്ല എന്തുമാത്രം മാത്തമാറ്റിക്സ് പഠിച്ച ആളുകള്, ടീച്ചേഴ്സ് റിട്ടയർ ചെയ്തവര്, ലീവ് എടുത്തിട്ട് ഗൾഫിലും ഒക്കെ പോയി ഒരുപാട് കോച്ചിങ് സെന്റേഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. They get 2 lakh 3 lakh per month. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഒരു വശം നമുക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ വേറെ മറ്റാർക്കും ഇല്ലാത്ത വലിയൊരു വശം കൂടി ഉണ്ട് അതിന് കേട്ടോ. ഓക്കെ. പിന്നെ അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് വരുന്നുണ്ടല്ലോ മാത്സ്. പിന്നെ നിങ്ങൾക്ക് ഈ കൊമേഴ്സ് ഗ്രൂപ്പ് സൈഡിലേക്കൊക്കെ നിങ്ങൾക്ക് പോവാം. എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ പഠിക്കാൻ പോവാം, ആക്ച്വറിയൽ സയൻസിന് പോവാം, കമ്പനി കോർപ്പറേറ്റ് സെക്രട്ടറിമാരുടെ കോഴ്സുകൾ പഠിക്കാൻ പോവാം, ACCA പഠിക്കാം. അതിനൊക്കെ ഈ സയൻസിൽ നിന്ന് പോണവർക്കാണ്. പക്ഷെ ഇനി നിങ്ങൾ അതിന്റെ ഫണ്ടമെന്റൽസ് ഇല്ല നിങ്ങൾക്ക്. അതിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്
ഈ ആക്ച്വറിയൽ സയൻസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. CAക്ക് പോകണമെങ്കിൽ ഒട്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് അറിഞ്ഞു തുടങ്ങിയാൽ പറയാം. ബിടെക് കഴിഞ്ഞിട്ട് വരെ ഇഷ്ടം പോലെ കുട്ടികൾ CA പഠിക്കാൻ പോകുന്നു. പക്ഷെ അവരുടെ സക്സസ് റേറ്റ് കൂടുതലാണ്. കൊമേഴ്സുകാരെക്കാളും ഒക്കെ കൂടുതൽ വേഗത്തിൽ ഈ മാത്തമാറ്റിക്സ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചിലവർ പാസ്സാവുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ബേസ് ഒക്കെ നിങ്ങൾ പെട്ടെന്ന് പഠിക്കും. നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. മനസ്സിലായോ? അതിന്റെ ബേസ് ഒക്കെ നിങ്ങൾക്ക് പെടപെടേന്ന് കിട്ടും. ഒരു ടെൻഷന്റെ ആവശ്യമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാം ആ വഴിക്ക്. പിന്നെ നിങ്ങൾക്ക് MBA പ്രോഗ്രാമിനൊക്കെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാറ്റ് അതുപോലെയുള്ള പരീക്ഷകൾ എഴുതി പോവാം. മാത്സുകാരാണ് നിങ്ങൾ, അവിടെയൊക്കെ എല്ലാവരും പോയി ശോഭിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ സയൻസ് പഠിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടേക്കും ഡൈവേർട്ട് ചെയ്യാം. വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ കാത്തു കിടപ്പുണ്ട്. ഇനി ബാക്കിയുള്ളവര് ആർക്ക് സംശയമില്ല? ഹലോ, ആരോ ചോദിക്കുന്നുണ്ടല്ലോ, ചോദിച്ചോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ അവസരം ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. എന്താ ചോദിച്ചോ ഒന്ന് പറഞ്ഞേ ബെനീറ്റ. അബ്രോഡിൽ പോയി കഴിഞ്ഞാൽ എന്തേലും ഓപ്പർച്യൂണിറ്റികൾ കൂടുതലുണ്ടോന്ന്? നിങ്ങളെ ഇനി അതൊന്നും നിങ്ങൾക്ക് എബ്രോഡിലൊക്കെ MSc കൂടുതൽ ഒരുപാടുണ്ട്. ഈ MSc കെമിസ്ട്രിക്കാർക്ക് ഈ ഫാർമസ്യൂട്ടിക്കൽ ഇന്ന് നമുക്കറിയാം, ലോകത്ത് വലിയ ഒരു മേഖലയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ മേഖല. നിങ്ങൾക്ക് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ അത് ഈ ജർമ്മനിയിലും UK-യിലും അയർലൻഡിലും US-ലും ഒക്കെ സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. അതിന് പ്രത്യേകത എന്താന്ന് വെച്ചാല്, ലോകത്ത് എവിടെ പോകണമെങ്കിലും നിങ്ങൾ IELTS നല്ലൊരു 7.5 സ്കോർ പാസ്സാവണം. അല്ലെങ്കിൽ ജർമ്മനിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജർമ്മൻ B2 ലെവൽ വരെ പഠിക്കണം. അപ്പോ സ്കോളർഷിപ്പോടെ പോവാം. വിദേശ രാജ്യങ്ങളിൽ പോയി ഈ റിസർച്ചിനും അതുപോലത്തെയുള്ള ഈ ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി, അത്തരത്തിലുള്ള ഫാർമ കമ്പനികൾ, ബയോ ഫാർമസ്യൂട്ടിക്കൽ, വാക്സിൻ മാനുഫാക്ചറിങ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധ്യതകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകാവുന്നവരാണ് കെമിസ്ട്രിക്കാര്. അപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഈ IELTS പാസ്സാവണം, അല്ലെങ്കിൽ ഈ എന്താ പറയാ ജർമ്മൻ പാസ്സാവണം. ജർമ്മനിലൊക്കെ നിങ്ങൾ ജർമ്മൻ പാസ്സായി പോയ ഒറ്റ പൈസ കൊടുക്കണ്ട, ഒറ്റ പൈസ ഇല്ല, ഫീസ് ഇല്ല അവിടെ. എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസും വിദേശികൾക്ക് വരെ ഫ്രീ ആണ്. എന്തുമാത്രം സാധ്യതയുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ കെമിസ്ട്രിയെ ഒട്ടും നിസാരമായി കാണണ്ട. അത് BSc കെമിസ്ട്രി MSc കെമിസ്ട്രിയും കഴിഞ്ഞാൽ ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ ഒരുപാട് ഡൈവേഴ്സിഫൈഡ് പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം ജോബ് ഓറിയന്റഡ് ആണ്. അപ്പോ അതിന് നിങ്ങൾ ആ ലെവലിലേക്ക് മാറണം. ബെനീറ്റ ചോദിച്ചത് ഭയങ്കര നല്ല ചോദ്യമാണ് കേട്ടോ ബെനീറ്റ. ഹലോ, അപ്പോ ഭയങ്കര പോസിബിലിറ്റി ഉള്ളൊരു മേഖലയാണ് പുറത്തു പോയി ഇങ്ങനെ ചെയ്യാനായിട്ട്. എന്നിട്ട് റിസർച്ചിന് പോവാനും ഇൻഡസ്ട്രിയിൽ പോവാനും സൂപ്പർ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ഇതെഴുതി ശ്രമിക്കുക. മനസ്സിലായോ? ടീച്ചിങ് ആണെങ്കിലോ അവിടെ പുറത്തുപോയ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് നമ്മുടെ ഇവിടുത്തെ ഒരു MSc വെച്ചിട്ട് പോയി അവിടെ ടീച്ചിങ്ങിന് എളുപ്പം കിട്ടൂല. അവിടത്തെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് പറ്റിയൊരു പ്രോഗ്രാം ചെയ്ത് അതിലൂടെ നിങ്ങൾ ടീച്ചിങ്ങിലേക്ക് മാറാം. മനസ്സിലായോ? അല്ലാതെ നമ്മുടെ ഇവിടെ MSc കെമിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞ് നേരെ ചെന്ന് അവിടെ എങ്ങനെ ടീച്ചിങ് ഒന്നും കിട്ടണമെന്ന് എളുപ്പമില്ല. ഇവിടെ കിട്ടിയ നിങ്ങളവിടെ ഒന്നുകിൽ അവിടെ വല്ല PhDക്ക് ചേരുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇതിനോട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിന് ചേർന്നിട്ട് യു ക്യാൻ ബിക്കം ഗുഡ് ടീച്ചേഴ്സ്. ഇവിടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നല്ല ഏതായാലും അനീറ്റ ചോദിച്ചത് ഞാൻ പറയാൻ വിട്ടുപോയതും ആയ വളരെ മനോഹരമായ ഒത്തിരി സാധ്യതയുള്ള ഒരു ഏരിയയാണ് ചോദ്യം.
വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. ഇനി അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ ഇന്ററാക്ട് ചെയ്യുക. ഈ നിങ്ങൾക്ക് ഈ കരിയർ ഗൈഡൻസ്, കരിയർ ഡെവലപ്മെന്റ് ഒക്കെ പ്രോഗ്രാമുകളൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഇന്ററാക്റ്റീവ് ആയി നോക്കി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ ചാറ്റ് ബോക്സിൽ ഇടാം. എന്നിട്ട് എപ്പോഴൊക്കെ വിളിക്കണ്ടേന്നൊക്കെ പിന്നെ പറയാം. 9446012165. ഇതാണ് എൻ്റെ നമ്പർ. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വിളിക്കാം. എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കൊന്നും വിളിക്കരുത്. വൈകുന്നേരം ഒരു 7 മണി 8 മണിയൊക്കെ നേരത്തെ വിളിച്ചാൽ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടതോ ഇന്ത്യയിൽ പോകേണ്ടതോ എൻട്രൻസ് പരീക്ഷകളോ നിങ്ങളുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള ആവശ്യങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് അറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വിളിക്കുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ +2കാരൊക്കെയാണ് വിളിക്കണമെങ്കിൽ ഞാൻ പാരന്റ്സിന്റെ ഒപ്പം ഇരുന്ന് വിളിച്ചാൽ മതി എന്ന് പറയും. നിങ്ങളാവുമ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടികളാണ്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഈ സമയങ്ങളിൽ എപ്പോ വേണമെങ്കിലും വിളിക്കാം. ഐ ആം റെഡി ടു ഹെൽപ്പ്. നിങ്ങളുടെ എന്ത് അക്കാഡമിക് ജോബ് നീഡ്സുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും എനിക്ക് പറഞ്ഞു തന്നതിന് ഒരു കുഴപ്പമില്ല. ക്ലിയർ ആയോ? ഹലോ, ഓക്കെ. അപ്പോ സാറേ, ഓക്കെ. അപ്പോ ഇനി അവര് ചോദിക്കട്ടെ. നമുക്ക് സമയമായി, നമുക്ക് തൽക്കാലം നിർത്താം. അപ്പൊ ഇന്ന് ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്ത നമ്മുടെ കണ്ണൻ സാറിനും ഡോക്ടർ വി കണ്ണൻ, പിന്നെ അതുപോലെ ഇന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഓസി അലോഷ്യസ് സാർ, അതുപോലെ ഇന്ന് സ്വാഗതം ചെയ്ത ജോസ് സാറ്, അതുപോലെ പ്രാർത്ഥന ആരംഭിച്ച ആൽഫിയ, ക്ലാസ് നയിച്ച നമ്മളുടെ കോളച്ചൻ സാർ, ഇന്നത്തെ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ വിൻസ് സാറ്, എല്ലാവർക്കും നന്ദി. ഏറ്റവും അവസാനം എന്ന് പറയാൻ പറ്റില്ല, ഈ പരിപാടിയുടെ പ്രായോജകരായ എൻ്റെ പ്രിയ കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം എന്നോടൊപ്പമുള്ള എൻ്റെ സ്റ്റാഫിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്ക് അടുത്ത സെഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു സാർ. അപ്പൊ നമുക്ക് ഇത് ലീവ് ചെയ്യണല്ലോ, നമുക്ക് അടുത്ത ലിങ്ക് വേറെയാണല്ലോ അടുത്ത. അതെ, അടുത്ത ലിങ്കിലേക്ക്. ശരി സാർ. ഓക്കെ സാർ.